കാരണം എന്താ സംഭവിച്ചത്? അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തോട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? ഏദനിൽ എന്താണ് സംഭവിച്ചത്? പിന്നത്തേതിൽ എന്ത് സംഭവിച്ചു? മനുഷ്യവർഗം എങ്ങനെ സഞ്ചരിച്ചു? പിന്നത്തേതിൽ ക്രൂശ് കാണുന്നു. ഏദൻ തോട്ടത്തിനും ക്രൂശിനും ഇടയിലാണ് ന്യായപ്രമാണം നിൽക്കുന്നത്. തോട്ടത്തിൽ വെച്ച് സൂചന കൊടുത്തു, ഇത് തിന്നാൽ ശിക്ഷയുണ്ടെന്ന്. ശിക്ഷ നടപ്പാക്കുന്ന വിധങ്ങൾ ദൈവം ന്യായം വിധിക്കുന്നതല്ല, ന്യായപ്രമാണ പ്രകാരമാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ക്രൂശ് മരണം മുതൽ എല്ലാ കാര്യങ്ങളും ന്യായപ്രമാണ പ്രകാരമാണ്. അതായത് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കുവാൻ അത്രേ വന്നത്. സകല കാര്യങ്ങളും ന്യായപ്രമാണ പ്രകാരമാണ്. അപ്പോൾ അതിലേക്ക് വഴിയെ പറഞ്ഞു വരാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഈ ഭാഗങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവിടെ സംസാരിക്കാം. അതായത് പാപവും പാപപ്രവൃത്തികളിൽ നിന്നുള്ള ക്ഷമയും പാപത്തിൽ നിന്നുള്ള വിടുതലും മനസ്സിലാക്കണം. ഒന്നുകൂടെ പറയാം, പാപത്തിൽ നിന്ന് വിടുതൽ, പാപപ്രവൃത്തികളിൽ നിന്ന് ക്ഷമ. പാപത്തിന് ഒരിക്കലും ക്ഷമയില്ല. അസന്നിഗ്ധമായി പറയുന്നു, പാപം ഒരിക്കലായിട്ട് വന്നതാണ്, എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നതല്ല. അത് മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നു കയറി അവനെ നിയന്ത്രിക്കാൻ ആരംഭിച്ചു. അതാണ് തോട്ടം. അവിടെ പാപം എന്നുള്ള വിഷയം മനസ്സിലാക്കുക. പാപം, സിൻ, ക്യാപിറ്റൽ എസ്, സിൻ. ദെൻ ദൈവം ചില കാര്യങ്ങൾ വെച്ചു. അതിൻ പ്രകാരം മനുഷ്യൻ അങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളത് വേറൊരു വശം, അത് പിന്നെ പറയാം. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ഉണ്ടായ വിമോചനം, അതിനാണ് ഡെലിവറൻസ് എന്ന് പറയുന്നത്. വേറൊരു മലയാളമാണ് വിടുതൽ. പാപത്തിൽ നിന്നുള്ള വിടുതൽ, അതിൽ നിന്നുള്ള മോചനം എന്ന് വെച്ചാൽ നമ്മളെ ആരോ ബന്ധനസ്ഥരാക്കിയിരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ ഭീകരർ നമ്മളെ ബന്ധനസ്ഥരാക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ പറയാണ്, ഭീകരന്മാരെ ക്ഷമിക്കണം, ദൈവത്തെ ഓർത്ത് ക്ഷമിക്കണം. ക്ഷമിച്ചിട്ടല്ലോ കാര്യമുണ്ടോ? അവൻ്റെ പിടിയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ ഒരു രക്ഷകനല്ലേ വരേണ്ടത്? വന്ന് നമ്മെ രക്ഷിച്ച്, അതിനാണ് വിടുതലെന്ന് പറയുന്നത്. ഇത് മനസ്സിലായി കാണുക പോലും. പാകിസ്ഥാൻ ഭീകരർ നമ്മളോട് ക്ഷമിച്ചാൽ നമ്മുടെ ആള് അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ വരില്ല, അവൻ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. ഭീകരൻ പറയാണ് യെസ് ക്ഷമിച്ചേക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? അന്തരം മനസ്സിലായോ? അപ്പോൾ പാപത്തിൻ്റെ ക്ലച്ചസിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണം. ഡെലിവറൻസ്, വിടുതൽ, ആ പദത്തിൻ്റെ ഗൗരവത്തിലേക്ക് വരിക. അതാണ് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചു. അതായത് ഇരുട്ടിലായിരുന്നു. ആ ഇരുട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു, ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അല്ലാതെ ഇരുട്ടിലിരുന്നപ്പോൾ കർത്താവ് ക്ഷമിച്ചേരെ, അങ്ങനെ ക്ഷമിക്കുകയല്ല. ഇരുട്ടിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ആരാ? സ്നേഹസ്വരൂപനായ പുത്രൻ വിടുവിച്ച് തൻ്റെ രാജ്യത്തിൽ കൊണ്ടുവന്നു. ഏത് രാജ്യമാണ്? വെളിച്ചത്തിൻ്റെ രാജ്യത്തിൽ. ഇന്ന് നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്. എങ്ങനെ അവിടെ എത്തി? വിടുതലിലൂടെ എത്തി. അതാണ് വിടുതൽ, ഡെലിവറൻസ്. ഇരുട്ടിൽ നിന്ന് വിടുതൽ ലഭിച്ചു. എങ്ങനെ ഇരുട്ടിലായിപ്പോയത്? പാപനിമിത്തം. കൂരാക്കൂരി ഇരുട്ടത്തായിപ്പോയി. ആ ഇരുട്ടിൽ നിന്ന് വിമോചനം ലഭിച്ചു. അതാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നത്, വലുവനായ ദൈവം വെളിച്ചമാണ്, ഞങ്ങളുടെ കൂട്ടായ്മ വെളിച്ചത്തിലുള്ള പിതാവുമായിട്ടാണ്. അപ്പോൾ വെളിച്ചവുമായിട്ടാണ് ഞങ്ങളുടെ കൂട്ടായ്മ. ആ ദൈവത്തിൽ ഇരുൾ അശേഷമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ വെളിച്ചത്തിലേക്ക് വന്നവരിൽ ഇരുളിൻ്റെ സ്വഭാവം കാണരുത്. എന്നാൽ നമ്മിൽ ജഡം വസിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ വെളിപ്പെടും. അപ്പോൾ എന്ത് ചെയ്യണം? കുറ്റം ഏറ്റുപറയണം, ക്ഷമ ചോദിക്കണം. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് 2 കാര്യം മുൻപിൽ കൊണ്ടുവരാം. ഒന്ന്, ആണ്ടോടാണ്ട് അറ്റോൺമെൻറ്റ് ഡേയിൽ അഥവാ പ്രായശ്ചിത്ത ദിനത്തിൽ, അതായത് മഹാപാപപരിഹാര ദിവസം, ഗ്രേറ്റ് ഡേ ആണല്ലോ അവരെ സംബന്ധിച്ചത്, അറ്റോൺമെൻറ്റ് ഡേ. അന്ന് വിശേഷപ്പെട്ട ഒരു യാഗം നടത്തുന്നു, ഇസ്രായേലിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ളൊരു യാഗം. ദെൻ അടുത്തൊരു സ്റ്റെപ്പ്, അതായത് ഡെയിലി ജനം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കുകളും കാര്യങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ പാപയാഗമായിട്ടും അകൃത്യയാഗമായിട്ടും അങ്ങനെ പല യാഗങ്ങളുമായിട്ട് ദൈവസന്നിധി വരും. അത് ഡെയിലി പ്രോഗ്രാമാണ്. ഡെയിലി എന്ന് വെച്ചാൽ ഡെയിലി എല്ലാവരും വരുന്നതെന്നല്ല, ഡെയിലി അവിടെ യാഗങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇന്ന് ചാക്കോച്ചനാണ് പാപം ചെയ്തതെങ്കിൽ നാളെ അവറാച്ചനായിരിക്കും. അതായത് സാധാരണ നിലയിൽ അവരുടെ മിസ്റ്റേക്കുകൾക്ക് അവർ പരിഹാരം വരുത്തുന്നു, എന്നാൽ അവരുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല.
പാപങ്ങളല്ല, അത് പ്ലൂറലായിപ്പോയി. എന്നാൽ അവരുടെ പാപത്തിന് പരിഹാരം വന്നിട്ടില്ല. ആ പരിഹാരത്തോടുള്ള ബന്ധത്തിലാണ് വർഷാന്തരയാഗം നടത്തുന്നത്, ആനുവൽ സാക്രിഫൈസ് നടക്കുന്നത്. ഡെയിലി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് താൽക്കാലികമായ പരിഹാരങ്ങൾ വരുത്തുകയാണ്, താൽക്കാലിക പരിഹാരം. അതേസമയം അവരിൽ പാപമുണ്ട്. ആ പാപവുമായിട്ട് അവർക്ക് ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്നൊരു സമൂഹത്തെ, ആ സമൂഹത്തെ ഒന്നടങ്കം ദൈവസന്നിധിയിൽ മഹാപുരോഹിതൻ പ്രതിനിധീകരിക്കുന്നത്. മഹാപുരോഹിതൻ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഇസ്രായേലിനെ പ്രതിനിധീകരിച്ചാണ് യാഗം അർപ്പിച്ച് യാഗരക്തവുമായി മോസ്റ്റ് ഹോളി പ്ലേസിൽ വരുന്നത്. അങ്ങനെ ഇസ്രായേലിന് വേണ്ടിയിട്ട് താൻ ആ കാര്യം ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമുണ്ട്. മഹാപാപരിഹാര ദിവസത്തിൽ നടക്കുന്ന ആ യാഗം അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമായി റിലേറ്റഡായി നിൽക്കുകയാണ്. പാപപരിഹാരത്തിൻ്റെ ആ ഒരു കാര്യം അത് യേശു ക്രൂശിൽ നിവർത്തിച്ചതിന് ശേഷം ഇനി ഒരു യഹൂദനും ഈ അറ്റോൺമെൻറ്റ് ഡേയിൽ യെരുശലേമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തു അത് ഒരിക്കലായി തീർത്തു. മറ്റതോ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ക്രൂശ് മരണത്തിൻ്റെ നിഴലായി, അല്ലെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന, അതെങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? ക്രൂശ് മരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് ടെമ്പററി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷാവർഷം. എന്നാൽ യേശുക്രിസ്തു അത് പെർമനൻ്റ് ആയിട്ട് പൂർത്തീകരിച്ചു, ന്യായപ്രമാണം നിവർത്തിച്ചു. ന്യായപ്രമാണത്തിൻ്റെ ഡിമാൻഡാണിത്. എല്ലാ വർഷവും അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ലേവ്യ പുസ്തകം 16-ാം അധ്യായം പറയുന്ന ഡിമാൻഡാണത്. എല്ലാ വർഷവും 2 ആടുമായിട്ട് വരുന്നു. വേറെ ആടുകളുണ്ട്, പ്രധാനപ്പെട്ട 2 ആട്. ആ 2 ആടുമായിട്ട് വന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ പാപം ഒരിക്കലായിട്ട് പുറത്തുപോയി. പിന്നീട് നമുക്ക് പാപ സ്വഭാവങ്ങളുണ്ട്. പാപം പുറത്തു പോയെങ്കിലും നമ്മിൽ കാർണൽ നേച്ചറുണ്ട്. അതിന് പാപ സ്വഭാവങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളുമായി മുൻപോട്ട് പോകുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പാപക്ഷമ വാങ്ങണം. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവിടെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കെട്ടി മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ കാര്യത്തിൽ വരുമ്പോൾ പാപത്തെ ക്ലെൻസ് ചെയ്യുകയാണ്, അതിനെ ശുദ്ധീകരിക്കുകയാണ്, അകം അടിച്ചു വാരുകയാണ്. കാരണം പരിശുദ്ധാത്മാവിന് വരേണ്ടതുണ്ടല്ലോ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായി, ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി മാറുമ്പോൾ പരിശുദ്ധാത്മാവ് വിത്തുമായിട്ട് വരികയാണ്. പരിശുദ്ധാത്മാവ് ശുദ്ധമായ ഇടങ്ങളിലേക്കാണ് വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുക്കപ്പെട്ട നിലത്തിലേക്ക് പരിശുദ്ധാത്മാവ് സീഡുമായിട്ട് വരുന്നു. ഇതാണ് സംഭവിച്ചത്. ഇത് ഇത്രയും പറഞ്ഞ് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെ ഈ ദൈവസന്നിധിയിൽ തിരുവചന ധ്യാനത്തിനായി കർത്താവിൻ്റെ മക്കളായി നമ്മൾക്ക് ഒരുമിച്ച് കൂടുവാൻ ഒരുവനായ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് നമുക്ക് പറഞ്ഞ് മുൻപോട്ട് പോകേണ്ടത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ലോകം മുഴുവനും ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിവസമായിരുന്നു. അതായത് ലോകം മുഴുവനുമുള്ള നാമധേയ ക്രൈസ്തവർ അത് വലിയൊരു ഫെസ്റ്റിവലായിട്ട് തന്നെ കൊണ്ടാടുന്നു. യേശുക്രിസ്തുവിൻ്റെ ബലിമരണവും പിന്നത്തേതിലെ ആ ഉദ്ധാനവും അതൊന്ന് സ്മരിക്കേണ്ടതാണ്, അത് ഒരു ആഘോഷം എന്ന നിലയിൽ കൊണ്ടാടേണ്ടതാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനത്തെ ആഘോഷങ്ങൾക്ക് മുതിരാറില്ല. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ആഘോഷത്തിലാണ്. അവർക്ക് വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ ആഘോഷം. നമ്മൾ 24/7 ആഘോഷത്തിലാണ്. കാരണം ആ പുനരുദ്ധാന ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം അനുഭവിക്കുന്നവരാണ്. അതെന്നാ ക്രിസ്തു നമുക്ക് വേണ്ടി പുനരുദ്ധാനം ചെയ്തത്? ക്രിസ്തു പുനരുദ്ധാനം ചെയ്തിട്ട് ഒത്തിരി നൂറ്റാണ്ടുകളായി. എന്നാൽ നാം യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസ സ്നാനത്തിൽ ക്രിസ്തുവിനോട് ചേരുന്ന സമയത്ത് നമ്മൾ ആ പുനരുദ്ധാന ശക്തി അനുഭവിക്കുകയാണ്. നാം ആ സ്നാനത്തിൽ നമ്മുടെ പഴയ മനുഷ്യനെ ആ കല്ലറയിൽ അടക്കുകയാണ്. ആ കല്ലറയിൽ നിന്ന് പരിശുദ്ധാത്മ ശക്തിയാൽ അഥവാ പുനരുദ്ധാന ശക്തിയാൽ നാം ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തോട് നാം പങ്കാളിത്തം വഹിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തോട് നാം എന്ത് ചെയ്യാണ്? പങ്കാളിത്തം വഹിക്കുകയാണ്. അവിടെ മുതൽ നമ്മൾ എന്ന് പെട്ടിക്കകത്തേക്ക് നടന്നു കയറുന്നോ അല്ലെങ്കിൽ കാഹളം എന്ന് ധ്വനിക്കുന്നോ അവിടം വരെ ആഘോഷമാണ്. വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അത് സ്മരിക്കുകയല്ല. പ്രഭാതത്തിലും പ്രദോഷത്തിലും എപ്പോഴും ക്രൂശ് നമ്മുടെ മുൻപിലിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് മരക്കുരിശോ പൊൻകുരിശോ വെള്ളിക്കുരിശോ അവിടെ ഇവിടെയൊക്കെ നാട്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ മേൽപ്പട്ടക്കാരുടെ കയ്യിൽ പൊൻകുരിശ് പോലെ സ്വർണം പൂശിയതാണോ സ്വർണ്ണമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അതിങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പിടിക്കാറുണ്ട്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ക്രൂശ് എപ്പോഴും കണ്ണിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. കാരണം നാം തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്.
നാം നഷ്ടപ്പെട്ട പാപികളായിരുന്നു, കൊടും പാപികളായിരുന്നു, യാതൊരു സാധ്യതയില്ലാത്ത മനുഷ്യരായിരുന്നു, നമ്മിൽ ഒരു നന്മയും വസിച്ചിരുന്നില്ല. അവിടെയാണ് കൃപയാലുള്ളൊരു ഉദ്ധാരണം ലഭിച്ചത്. കൃപയാൽ മാത്രമാണ് കേട്ടോ, കൃപയാൽ. അങ്ങനെ കൃപയാൽ നമുക്ക് ലഭിച്ച ഉദ്ധാരണം അഥവാ ഡെലിവറൻസ്, അത് നിമിത്തം നാം ഇന്ന് ദൈവസന്നിധിയിലാണ്, ഹെവൻലി റെലംസിലാണ്, സ്വർഗതലങ്ങളിലാണ്, മഹത്വമേറിയ അനുഭവത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് സ്വർഗീയമായ സകല വാഗ്ദത്തങ്ങൾക്കും പങ്കാളിത്തം വഹിക്കുവാൻ, അതായത് ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികൾ എന്ന നിലയിൽ വന്നിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള പദവിയിൽ നാം ആയിരിക്കുന്നു. നമ്മൾ അനുദിനം പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവുമായിട്ട് സമ്പർക്കത്തിലാണ്. സീരിയസ് ആയ കാര്യം എന്താ? നമ്മൾ അനുദിനം പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവുമായി സമ്പർക്കത്തിലാണ്. പാളയത്തിന് വെളിയിൽ നാം അവൻ്റെ നിന്ന വഹിക്കുകയാണ്. നാം അവൻ്റെ അടുക്കലാണ്. അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവനോട് ഒത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർ തങ്ങളിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് സഞ്ചരിക്കാൻ കഴിയില്ലെന്നാണ് ആമോസ് പറയുന്നത്. അങ്ങനെ നമ്മുടെ കർത്താവുമായിട്ട് നമ്മൾ ഒത്തുപോവുകയാണ്. കർത്താവ് തന്നെ മുന്നമേ പറഞ്ഞത് എന്താ? എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിനെന്നാണ്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ നുകമേറ്റ് കർത്താവിൽ നിന്ന് കേൾക്കാനും പഠിക്കാനും, അങ്ങനെ നമ്മൾ കർത്താവിനോട് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ നുകത്തിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ കർത്താവ് തന്നെയാണ്, മറു സൈഡിൽ നാമുമാണ്. നുകത്തിന് കീഴിൽ കാളകളും അതുപോലെയുള്ള ഈ ഉഴുവാൻ ഉപയോഗിക്കുന്ന മൃഗങ്ങളെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ നുകത്തിന് കീഴിലുള്ള ആ ഒരു സഞ്ചാരമാണ്. ഇതിനിടയ്ക്ക് എപ്പോഴാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്? എനിക്കൊരു പിടിയുമില്ല. അപ്പോൾ അങ്ങനെ നിരന്തരമായ സമ്പർക്കത്തിലും കാര്യങ്ങളിലും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സത്യക്രിസ്ത്യാനികളോട് ഈ ആളുകൾ നിങ്ങൾ ആഘോഷിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആഘോഷത്തിലാണെന്നേ നമ്മളെപ്പോഴും ആ ആഘോഷത്തിൽ തന്നെയല്ലേ. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഈ പെസഹ മുതൽ ഈസ്റ്റർ വരെയൊക്കെയുള്ള ദിനങ്ങളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു 2 വാക്ക് ഞാൻ പറഞ്ഞിരുന്നു തുടക്കത്തിൽ. അതായത് നസ്രാണി ലോകം മുഴുവനും അപ്പം ഭക്ഷിച്ചുകൊണ്ട് പെസഹ ആചരിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ ആഴ്ച അവർ അപ്പം ഭക്ഷിച്ചുകൊണ്ടല്ലേ പെസഹ ആചരിച്ചത്. ഇപ്പം നമ്മൾ പറയായിരുന്നു പെസഹ എന്ന് പറയുന്നത് എന്താണെന്ന് ഈ മനുഷ്യർക്ക് പലർക്കും മനസ്സിലായിട്ടില്ല. പെസഹായ്ക്ക് പെസഹ കുഞ്ഞാടിനെ അറുക്കണം. പെസഹ കുഞ്ഞാടിനെ അറുത്ത് തദനന്തരം പുളിപ്പില്ലാത്ത അപ്പം അവർ ഭക്ഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കയ്പ് ചീരയും വേണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിന് ഉപോത്ബലകമായി എടുക്കുന്ന വാക്യം എന്ന് പറയുന്നത് പുറപ്പാട് 12:8 8 മുതൽ താഴേക്കുള്ള വാക്യം. അവിടെ നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യമാണ്, പെസഹായ്ക്ക് അതിൻ്റെ ചട്ടമുണ്ട്. പെസഹയുടെ ചട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ആബീബ് മാസം 10-ാം തീയതി ഒരാടിനെ അവർ വാങ്ങുമോ കൊണ്ടുവരും, എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അങ്ങനെ ആബീബ് മാസം 10-ാം തീയതി വാങ്ങിച്ച ആടിനെ ആബീബ് മാസം 14-ാം തീയതി അതിനെ അറുക്കുന്നു. അപ്പോൾ എന്തിനാ ഈ 2-3 ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ മുതൽ ഈ ആടിനെ ശ്രദ്ധിക്കും, ആടിനെ ഉറ്റുനോക്കും, അതിനെന്തെങ്കിലും ഊനമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടാണ് അതിനെ ദൈവസന്നിധിയിൽ പെസഹായുടെ യാഗം എന്നുള്ള നിലയിൽ അതിനെ അറുക്കുന്നത്. അപ്പോൾ അങ്ങനെ പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നു. സന്ധ്യാസമയത്താണ് അത് ചെയ്യുന്നത്. സന്ധ്യാസമയത്ത് ആടിനെ അറുക്കുന്നു. പിന്നീട് അവർ തിടുക്കത്തോടെ ആ ആടിൻ്റെ മാംസം തീയിൽ ചുട്ട് ഭക്ഷിക്കുന്നു. അതുപോലെ അവരൊരു പുറപ്പാടിൻ്റെ മൂഡിലാണല്ലോ. അവർ കലക്കി വെച്ചിരിക്കുന്ന മാവൊന്നും പുളിച്ചിട്ടില്ല. അങ്ങനെ ആ സന്ധ്യാസമയത്ത് പുളിക്കാത്ത മാവിൽ നിന്ന് അപ്പം ചുട്ട് ഭക്ഷിച്ചിട്ടാണ് അവർ യാത്ര തുടങ്ങുന്നത്. ആ യാത്രയിൽ ഉടനീളം 7 ദിവസം അവർ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണമെന്ന് നമ്മൾ വായിച്ചു. ആ ഒരു വാക്യത്തിൽ കാണുന്ന 2 കാര്യം, ഒന്ന് ആടിനെ അറുക്കുക എന്നുള്ളതും അതിൻ്റെ മാംസം ഭക്ഷിക്കുക എന്നുള്ളതും, പിന്നെ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുക എന്നുള്ളതുമാണ്. അപ്പോൾ അതിന് നമ്മളൊരു വിശദീകരണം പറഞ്ഞു. പെസഹ കുഞ്ഞാടിനെ അറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു പെസഹ കുഞ്ഞാടായി തീർന്നു. യേശു ക്രിസ്തു അറുക്കപ്പെട്ടു, അവൻ നുറുക്കപ്പെട്ടു. അതാണ് അതിൻ്റെ വിഷയം. അത് കഴിഞ്ഞ് ഈ അപ്പം ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവിടെ വരുമ്പോൾ ഇവർ ലിറ്ററലി അപ്പം ഭക്ഷിക്കുകയാണ്. അപ്പം നമ്മളതിനെ ചോദ്യം ചെയ്തു. വാസ്തവത്തിൽ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ ഒരു വാക്യത്തിലുള്ള ഒരു കാര്യം, ഒരു സെൻറ്റൻസ് നിങ്ങൾ ആത്മീയമായി എടുക്കുന്നു, മറ്റേ സെൻറ്റൻസ് ലിറ്ററലായിട്ട് എടുക്കുന്നു. അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? അതാണോ വ്യാഖ്യാന ശാസ്ത്രം എന്നൊക്കെ നമ്മൾ ചോദിച്ചു. അപ്പോൾ അവരുടെ ഇടയിലുള്ള പല ആളുകളും നമ്മുടെ ആ മെസ്സേജിൻ്റെ കീഴെ വന്ന് കരയാൻ ആരംഭിച്ചു. ചില സഹോദരിമാരൊക്കെ ഭയങ്കരമായിട്ട് കരയുകയും പിന്നെ എന്നോട് പറയുന്നത് താങ്കളുടെ കണ്ണിൽ കോലിരിക്കുക എന്നിട്ടാണ് കരടെടുക്കാൻ വരുന്നത്. താങ്കൾ ഞങ്ങളുടെ ആളുകളെ പരിഹസിക്കുകയാണ്, നിന്ദിക്കുകയാണ്. പരിഹസിച്ചതായിട്ട് എനിക്ക് ഒരു ചിന്തയും വരുന്നില്ല. പകരം ഞാൻ വിവരക്കേട് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതൊരു സത്യമാണ്. ഏതാണ്ട് 2000 കൊല്ലത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ മാന്യ വ്യക്തികളോടുള്ള ബന്ധത്തിൽ അവർ വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിയാണ് ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ബോധം വന്ന ആളുകൾ പ്രതികരിക്കില്ലേ? അല്ലാതെ അവരെ അവമാനിക്കുന്നതാണോ?
നമ്മൾ പറയും അത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്ഥാപിക്കണം, തെളിയിക്കണം. അപ്പോൾ ഇന്നലെ രാത്രി ഒരു ചങ്ങാതി ഒരു കമൻ്റ് എഴുതി വിട്ടിരിക്കുകയാണ്. അതായത് അതൊന്ന് വായിച്ച് കേൾപ്പിച്ച് എബി. പുള്ളിയെ നമുക്ക് ഒന്ന് സ്വാഗതം ചെയ്യാം, അദ്ദേഹത്തിനൊരു ബഹുമാനവും കൊടുത്തേക്കാം. പുള്ളിക്ക് ഭയങ്കര പരാതിയാണ് പുള്ളിയെ ബഹുമാനിക്കുന്നില്ലെന്ന്. ആ ബഹുമാനത്തോടു കൂടി വായിച്ചേക്കണം കേട്ടോ. ഞങ്ങൾ ക്രിസ്ത്യാനികൾ പുതിയ നിയമത്തിലെ പെസഹയാണ് ആചരിക്കുന്നത്. ഒരു നിമിഷം നിൽക്ക്, ഞാനൊന്ന് പറഞ്ഞിട്ട് ബാക്കി അങ്ങ് വായിച്ചു വിടാം. ആദ്യത്തെ ക്ലെയിം തന്നെ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന്. ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും, നിങ്ങളെങ്ങനെ ക്രിസ്ത്യാനിയായി? എന്താണ് ക്രിസ്ത്യാനിത്വത്തിലേക്ക് വരാനുള്ള മാനദണ്ഡം? എങ്ങനെ ഒരുവന് ക്രിസ്ത്യാനിയാകാം? നിങ്ങൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പള്ളിയും പട്ടക്കാരുടെ രീതി അനുസരിച്ച് ഏതെങ്കിലും ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് അതിനെ 56-ാം ദിവസവും 90-ാം ദിവസവും കുറച്ച് വെള്ളം തളിച്ചുകൊണ്ട് പിന്നെ നിങ്ങൾ എന്തൊക്കെയോ ലേപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ലേപനങ്ങളൊക്കെ പൂശിക്കഴിഞ്ഞാൽ ഈ കൊച്ച് ക്രിസ്ത്യാനിയായി എന്നുള്ളതാണ് നിങ്ങളുടെ വെപ്പ്. അതിന് നിങ്ങൾക്ക് വിശുദ്ധ തിരുവഴുത്തിലൂടെ സ്ഥാപിക്കാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. സാധ്യമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു സാധാരണ ഒരു സഹോദരൻ പറഞ്ഞു, വലിയ കോറെപ്പിസ്കോപ്പയോട് ഈ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിട്ടിരിക്കുന്ന മനുഷ്യരാണ്. സാധ്യമല്ല, അതൊന്നും സാധ്യമല്ല. അപ്പോസ്തലനായ പത്രോസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട ദൈവമുഖത്തേക്ക് നോക്കണം, ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഒരു തിരിച്ചിലാണ്, ഒരു യൂട്ടേണിനെ കുറിച്ചാണ് പത്രോസ് പറയുന്നത്. അങ്ങനെ യൂട്ടേൺ എടുത്ത് വന്ന ആളുകളെയാണ് ഞങ്ങൾ പൊതുവെ ക്രിസ്ത്യാനികളെന്ന് സംബോധന ചെയ്യാറ്. ഞങ്ങൾ പരിഗണിക്കുന്നു അങ്ങനെയാണ്. ലോകം മുഴുവൻ നിങ്ങളെ ക്രിസ്ത്യാനികളെന്ന് പറയും, പക്ഷെ വലിയവനായ ദൈവം അതുപോലെ തൻ്റെ ജനവും ഒരിക്കലും അങ്ങനെ യൂട്ടേൺ എടുക്കാത്തവരെ ക്രിസ്ത്യാനികളെന്ന് അംഗീകരിക്കില്ല. ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ക്രിസ്ത്യാനി ആകണമെങ്കിൽ യൂട്ടേൺ എടുക്കണം. അവൻ പാപത്തിൽ നിന്ന് യൂട്ടേൺ എടുക്കണം. വെള്ളം തളിച്ചല്ല ക്രിസ്ത്യാനിയാക്കുന്നത്, മാനസാന്തരാനുഭവത്തിലൂടെയാണ് ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നീതീകരണം പ്രാപിച്ച് അങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഓക്കെ, കൂടുതൽ അവിടെ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് താൻ ക്രിസ്ത്യാനിയാണെന്നാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് പുതിയ നിയമത്തിൽ പെസഹ ഉണ്ടെന്നാണ്. അത് നമുക്കൊരു പുതിയ അറിവായിപ്പോയി. ഈ മഹാപണ്ഡിതൻ പറയുന്നത് എന്താണ്? ഒന്നുകൂടെ പറഞ്ഞ സെന്റൻസ്. ഞങ്ങൾ ക്രിസ്ത്യാനികൾ പുതിയ നിയമത്തിലെ പെസഹയാണ് ആചരിക്കുന്നത്. അതായത് നമ്മൾ ചോദ്യം ചെയ്തല്ലോ, നിങ്ങൾ പെസഹ എന്ന് പറഞ്ഞ് അപ്പമൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്, അതെന്താണ് ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം മറുപടി പറയുന്നത്, പാണ്ഡിത്യം കൂടിപ്പോയാലും അപകടമാണ്, ഞങ്ങൾ പുതിയ നിയമത്തിലെ പെസഹയാണ് ആചരിക്കുന്നതെന്ന്. പെസഹയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ പെസഹയുടെ ചട്ടം കൊടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ്. അത് ഇസ്രായേലിനാണ് പെസഹയുടെ ചട്ടം കൊടുത്തിരിക്കുന്നത്, പുതിയ നിയമ ക്രിസ്ത്യാനിക്കല്ല തന്നിരിക്കുന്നത്. ഇസ്രായേലിന് കൊടുത്ത ചട്ടമാണ് പെസഹയുടെ ചട്ടം. പെസഹ ആചരിക്കണം, തലമുറയായിട്ട് അവർ ആചരിക്കണം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിജാതീയരാണ്. വിജാതീയരായ നാം ഇതിൻ്റെ എല്ലാ ആത്മീയ വശങ്ങളാണ് പഠിക്കുന്നത്. നമുക്കിതിൻ്റെ ആത്മീയ വശങ്ങളുമായിട്ടാണ് ബന്ധം, അല്ലാതെ അക്ഷരീകമായിട്ട് നമുക്കതിലേക്ക് ബന്ധമില്ല. അപ്പം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തുയേശു തന്നെയെന്നാണ്. വളരെ കൃത്യമായിട്ട് പറയുകയാണ്, പെസഹ കുഞ്ഞാട് യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഏകദേശം 1400 ചില്ലുവാനും വർഷങ്ങൾ അവർ പെസഹ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പെസഹ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെസഹ കൊണ്ടാടി മുൻപോട്ട് പോയി അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു തന്നെ സാക്ഷാൽ പെസഹ കുഞ്ഞാടെന്ന നിലയിൽ അറുക്കപ്പെടുകയാണ്. പെസഹ അവിടെ പൂർത്തീകരിക്കുകയാണ്. ഇനിയൊരു പെസഹ ഇല്ല. ഇനി പെസഹ ഉള്ളത് എങ്ങനെയാണ്? ഇനി പെസഹ എന്ന് പറയുന്നത് അതിൻ്റെ ആത്മീയ വശം മാത്രമാണ്. ഒരു വ്യക്തി ഇന്ന് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, സ്നാനത്തിലേക്ക് പോകുന്ന കാര്യമല്ല, ഒരു വ്യക്തി മാനസാന്തര അനുഭവത്തിൽ വന്ന് ക്രിസ്തു എന്ന രക്ഷിതാവിനെ കണ്ടെത്തുമ്പോൾ, ആ രക്ഷിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പെസഹ സംഭവിക്കുകയാണ്. ഇന്നെന്ന പോലെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുകയാണ്. അത് 2000 കൊല്ലം മുമ്പ് അറുക്കപ്പെട്ടതാണെങ്കിലും അത് ഇന്നെന്ന പോലെ താൻ അനുഭവിക്കുകയാണ്. സംഹാരകളിൽ നിന്ന് രക്ഷ നേടുകയാണ്. ശിക്ഷാവിധിയിൽ നിന്ന് താൻ രക്ഷ നേടുകയാണ്. അത് ഏതൊരു വ്യക്തിയും ക്രിസ്തുവിലേക്ക് അടുത്തു വരുന്ന ആ നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. മനസ്സിലാക്കണം. അല്ലാതെ പുതിയ നിയമത്തിൽ ആരോടും പെസഹയുടെ കാര്യമൊന്നും ഒരു അപ്പോസ്തലനും പറഞ്ഞിട്ടില്ല, യേശുക്രിസ്തുവും പറഞ്ഞിട്ടില്ല. പുതിയൊരു പെസഹ ഞാൻ നിങ്ങൾക്ക് തരികയാണെന്ന് യേശുക്രിസ്തു എവിടെയെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ? യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും ആ മാളികമുറിയിൽ ഒത്തുകൂടി പെസഹായോടുള്ള ബന്ധത്തിൽ അവർ പെസഹയാണ് അവിടെ ആചരിച്ചത്. പെസഹായുടെ പൂർത്തീകരണം സംഭവിക്കാൻ പോവുകയാണ് അടുത്ത ദിവസം.
അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ മെസ്സേജിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പെസഹായുടെ തലേദിവസം ആ ഒരുക്കനാളിൽ അവിടെയും ഇസ്രായേലിൽ ഈ പെസഹ അപ്പം മുറിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പെസഹ നെക്സ്റ്റ് ഡേയിലാണ്, പക്ഷേ തലേ ദിവസം യേശു ശിഷ്യന്മാരും കൂടെ കൂടി പെസഹായുടെ അപ്പം മുറിച്ച് തിന്നതിൻ്റെ കാര്യകാരണങ്ങളുടെ വിശദീകരണം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ വിശദീകരണം പറയാൻ നമുക്ക് സാധ്യമല്ല, കാരണം അത് സമയം പോകും. അതങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ആ പെസഹ ആചരിച്ചതിൻ്റെ ശേഷം അവിടെ മിച്ചം വന്നിരിക്കുന്ന അപ്പം എടുത്ത് കർത്താവ് സ്തോത്രം ചെയ്ത് നുറുക്കി പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. പുതിയ ഉടമ്പടി, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തം എന്നൊക്കെയാണ് കർത്താവ് അവിടെ പറഞ്ഞത്. അപ്പം നമ്മുടെ കാത്തലിക് സഹോദരങ്ങൾ പൊതുവെ പറയാറുണ്ട് യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ് കൊടുത്തതെന്ന്. നോക്കണം, യേശുക്രിസ്തു അക്ഷരികമായിട്ട് അവിടെ ഇരിക്കുക അവരുടെ മുമ്പാകെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് അവർ ഭക്ഷിച്ചതെങ്കിൽ അത് എന്തർത്ഥത്തിൽ നമ്മൾ എടുക്കും? ഓക്കെ എബി, അത് കണ്ടിന്യൂ ചെയ്തേ, വായിച്ചേ, എന്നിട്ട് പറയാം. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ മിശിഹായുടെ തിരുശരീര രക്തങ്ങളുടെ അനുസ്മരണയാണ് ഞങ്ങൾ കൊണ്ടാടുന്നത്. ഈശോ മശീഹ തന്നെ തന്റെ സ്ലീഹന്മാർക്ക് പ്രതീകാത്മകമായി ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാണ് എന്ന് പറഞ്ഞ് വിഭജിച്ച് കൊടുത്തത് എന്താണ്? താങ്കൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ വാലും തലയും അറിയാതെ ചുമ്മാ കവലപ്രസംഗം നടത്തിയിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ പരസ്യമായിട്ട് പരിഹസിച്ചു കൊണ്ടാണോ വിശുദ്ധ ജീവിതം നയിക്കുന്നത്? മൈ ഗോഡ്, നമ്മുടെ വിശുദ്ധ ജീവിതത്തെ വരെ ചോദ്യം ചെയ്ത് കളഞ്ഞു. അപ്പോൾ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വായ തുറക്കരുതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാത്സല്യ സഹോദരൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, യേശുക്രിസ്തു പ്രതീകാത്മകമായി അപ്പവും വീഞ്ഞും കൊടുത്തു, അത് തൻ്റെ ശരീരവും രക്തം എന്നുള്ള നിലയിൽ കൊടുത്തു. അവിടെ ഉപയോഗിച്ച വാക്ക് ഏതാ അദ്ദേഹം? പ്രതീകാത്മകം. പ്രതീകാത്മകം എന്ന് പറയുന്നതാണ് സിംബോളിക് എന്ന് പറയും, സിംബോളിക്. അപ്പോൾ അത് സിംബോളിക്കായിട്ടാണ് ചെയ്തത്, ലിറ്ററലായിട്ടല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ വസ്തുമാറ്റം നടക്കുന്നില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം? സിംബോളിക്കാണെങ്കിൽ പിന്നെ വസ്തുമാറ്റം ഉണ്ടോ? അത് റിയലായിട്ട് മാംസമായിട്ടോ രക്തമായിട്ടോ മാറുന്നുണ്ടോ? ഒരിക്കലും മാറുന്നില്ല, സിംബോളിക്കാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പുതിയ നിയമത്തിൽ പെസഹായുണ്ടെന്നും പുതിയ നിയമത്തിൽ സ്ഥാപിച്ച പെസഹായാണെന്നും യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് അഥവാ സ്ലീഹന്മാർക്ക് അപവീഞ്ഞുകളെ കൊടുത്ത് അങ്ങനെ സ്ഥാപിച്ച പെസഹായാണ് എന്നൊക്കെയാണ് താനെ പറഞ്ഞു വരുന്നത്. അതായത് ഇവരുടെ ഇടയിലുള്ള ആളുകളെല്ലാം അന്ന് കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരും അപ്പം നുറുക്കി ഭക്ഷിച്ച ആ കാര്യം പുതിയ ഉടമ്പടി സ്ഥാപിച്ചു, വാസ്തവമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന ശരീരമെന്നും അതുപോലെ ചിന്തപ്പെടുന്ന രക്തമെന്നും ഒക്കെയുള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പോൾ ഇത് പിന്നത്തേതിൽ ഓർമ്മയോടുള്ള ബന്ധത്തിൽ മെമ്മോറിയൽ എന്ന നിലയിൽ ദൈവസഭ കൊണ്ടാടേണ്ട കാര്യമാണ്, അനുഭവിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ദൈവസഭയുടെ ആരംഭം കുറിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? 2-ാം അധ്യായത്തിൽ സഭയുടെ ആരംഭം കുറിക്കപ്പെട്ടു. പിന്നീട് അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരും വിശ്വാസ വഴിയിലേക്ക് വന്ന പ്രിയപ്പെട്ടവരും അവരെല്ലാം വീടുകളിൽ ഒരുമിച്ച് കൂടുന്ന പതിവായിരുന്നു. വീടുകൾ ഒരുമിച്ച് കൂടിയിട്ട് അവർ അപ്പം നുറുക്കുമായിരുന്നതാണ് അവിടെ വായിക്കുന്നത്. വീടുകളിൽ ഒരുമിച്ച് കൂടി അവർ കുർബാന അർപ്പിക്കുന്നൊന്നും അവിടെ എങ്ങും ഇല്ല. ഒരു ബൈബിളിൽ എഴുതിയിട്ടില്ല, POC ബൈബിളിൽ പോലും ഇല്ല. വീടുകളിൽ ഒരുമിച്ച് കൂടി ഉല്ലാസ പരമാർത്ഥതയും ആനന്ദവും ഒക്കെ കൊണ്ട് അവർ അപ്പം നുറുക്കി ഭക്ഷിക്കുന്നു. അതായത് കർത്താവിൻ്റെ ബലിമരണത്തെ സ്മരിക്കുന്നു. അതേസമയം അവർ ദൈവാലയത്തിൽ പോകുന്ന കാര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ മുന്നമേ വിശദീകരിച്ചിട്ടുള്ളതാണ്, സമയം ഞാൻ കളയുന്നില്ല. അവർ ദൈവാലയത്തിൽ പോകുന്നത് എന്തിനാ? സുവിശേഷം അറിയിക്കാനാ, അല്ലാതെ അവിടുത്തെ കുർബാനയിൽ പങ്കെടുക്കാനാണോ? ഹന്നാസും കയ്യഫാസും അർപ്പിക്കുന്ന യാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരെന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പോകുന്നതാണോ അപ്പോസ്തലന്മാർ? ഈ അപ്പോസ്തലന്മാർ വെളിപ്പാടിലല്ലേ ഇപ്പം നിൽക്കുന്നത്? അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞില്ലേ? ആത്മാവ് അവരെ നടത്താൻ ആരംഭിച്ചില്ലേ? തിരുവെഴുത്തുകളെ അവർക്ക് അതിൻ്റെ നിലയിൽ തെളിയിച്ചു കൊടുക്കുകയല്ലേ ഇപ്പോൾ? അതായത് യെരുശലേം ദേവാലയത്തിൽ നടന്നുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട യാഗങ്ങളെല്ലാം യേശുക്രിസ്തു കാൽവറിയിൽ നിവൃത്തീകരിച്ചിരിക്കുന്നു, പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനിയൊരു യാഗത്തിൻ്റെ ആവശ്യകതയില്ലെന്നുള്ളത് പത്രോസിന് അറിയില്ലേ? യോഹന്നാൻ അറിയില്ലേ? യേശുക്രിസ്തുവിൻ്റെ യാഗം അപൂർണമാണെങ്കിൽ ഹന്നാസിൻ്റെയും കയ്യഫാവിൻ്റെയും അടുക്ക പോയി ഒരു യാഗത്തിൽ പങ്കാളിത്തം വഹിക്കാം. ഹന്നാസിനും കയ്യഫാസിനും കണ്ണ് തുറക്കാത്തത് കൊണ്ട് അവർ പിന്നെയും അവിടെ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവരുടെ പ്രസംഗത്തിൻ്റെ പ്രധാന വിഷയം എന്താ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. അങ്ങനെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ആ കേൾക്കുന്ന സുവിശേഷം കൈയേറ്റ് അല്ലെങ്കിൽ ഏറ്റെടുത്ത് കൈക്കൊണ്ട് വിശ്വസിച്ച് ദൈവരാജ്യത്തെ പ്രവേശിക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഹന്നാസും കയ്യഫാസും എന്താ പറയുന്നത്? നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് പാപയാഗമായിട്ട് വരണമെന്നാണ് അവർ പറയുന്നത്. ഇവർ പറയുന്നു യേശു ക്രിസ്തു ഒരു പാപയാഗമായി തീർന്നെന്ന്. നേരത്തെ ചില സഹോദരങ്ങൾ കമൻറ്റുമായിട്ട് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? പത്രോസ് യോഹന്നാനും കുർബാന അർപ്പിക്കാനാണ് യെരുശലേം ദേവാലയത്തിൽ പോയത്. ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉടനെ കരയാൻ തുടങ്ങും. ലില്ലിക്കുട്ടിയും മേരിക്കുട്ടിയും ഓമന കൊച്ചമ്മയും അങ്ങനെ സകല കൊച്ചമ്മമാരും കരയാൻ തുടങ്ങും, കളിയാക്കി എന്ന് പറഞ്ഞ്. പറയുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് തിരുത്തുമ്പോൾ അറിയാതെ ചിരിച്ചു പോകും, അത് സ്വാഭാവികമാണ്. ചിരിക്കാതെ തിരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അറിയാതെ ചിരിച്ചു പോകും. കാരണം LKG പിള്ളേർ പോലും പറയാത്ത മണ്ടത്തരങ്ങളല്ലേ പറയുന്നത്. യെരുശലേം ദൈവാലയത്തിൻ്റെ പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠത്തോട് ലേവ്യർക്കല്ലാതെ ഒരു മനുഷ്യർക്ക് അടുക്കാൻ കഴിയില്ല. ലേവ്യർ മീൻസ് അഹ്റോന്റെ പുത്രന്മാർക്കേ അടുക്കാൻ കഴിയൂ. ലേവ്യർക്ക് പ്രാകാരത്തിൽ നിൽക്കാം, പക്ഷേ യാഗപീഠത്തിലെ ശുശ്രൂഷകളിലേക്ക് അടുക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ അവർക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് കിടക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കിടക്കാൻ പറ്റുമോ? പത്രോസും യാക്കോബും യോഹന്നാനൊക്കെ അഹ്റോന്റെ പുത്രന്മാരുടെ ഗണത്തിൽ വരുന്നവരാണോ? ഇസ്രായേലിൽ ഏതോ ഗോത്രക്കാരാ. അവരെങ്ങനെയാണ് വിശുദ്ധ സ്ഥലത്ത് പോയിട്ട് ധൂപം അർപ്പിക്കുന്നത്? അവിടെ പോയി എങ്ങനെയാണ് കുർബാന അർപ്പിക്കുന്നത്? എന്തർത്ഥത്തിലാണ് ആളുകൾ ഇതൊക്കെ പറയുന്നത്? വലിയ പാടാ തിരുത്താൻ, വലിയ പാടാ. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും സന്ദർഭവശാൽ ഒന്നുകൂടെ പറഞ്ഞതാണ്. അപ്പോൾ ആ സഹോദരൻ്റെ ആരോപണങ്ങളൊക്കെ സങ്കടം കൊണ്ടാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഉത്തരങ്ങളാണ് പറഞ്ഞത്. പുതിയ നിയമത്തിൽ ഒരു പെസഹായി സ്ഥാപിച്ചിട്ടില്ല. പെസഹ സ്ഥാപിച്ചത് പഴയ നിയമത്തിലാണ്. മോശ വഴി ഇസ്രായേലിനാണ് പെസഹ കൊടുത്തത്. ആ പെസഹ എന്ന് പറയുന്നത് നിരന്തരം അവർ കൊണ്ടാടേണ്ടതാണ്. എന്നാൽ അതിൻ്റെ പൂർത്തീകരണം യേശുക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ചു. അവിടെ കൊണ്ട് പെസഹ അവസാനിപ്പിച്ചു. ആ പെസഹ പുതിയ നിയമസഭ ആത്മീയമായിട്ടാണ് എടുക്കുന്നത്. ആ പെസഹായിലേക്ക് ഓരോരുത്തരും പങ്കാളിത്തം വഹിക്കുന്നത് അവർ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പെസഹായിലെ പങ്കാളിത്തം ലഭിക്കുകയാണ്. അങ്ങനെയാണ് ഓരോ വിശുദ്ധന്മാരും പുതിയ നിയമത്തിൽ സഞ്ചരിക്കുന്നത്. അല്ലാതെ ഈ പറയപ്പെടുന്ന നിലയിൽ പെസഹായുടെ അപ്പം ചുട്ട് തിന്നുകയോ ആടിനെ അറുത്തിട്ട് ആടിൻ്റെ മാംസം തിന്നുകയോ ഇങ്ങനെയൊന്നുള്ള കാര്യങ്ങളല്ല. ഇനി പിന്നെ ഒരു ക്ലെയിം പോലെ പറഞ്ഞു വരുന്നത്, യേശുക്രിസ്തു അവിടെ അപ്പവീഞ്ഞുകളെ സ്ഥാപിച്ചല്ലോ, ആ സ്ഥാപിച്ച കാര്യം യോഹന്നാൻ 6-ാം അധ്യായവുമായി ബന്ധപ്പെട്ട് ചേർത്ത് ഇവർ പറയും. അതായത് യേശു പറഞ്ഞു, എൻ്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കണം, എൻ്റെ രക്തം നിങ്ങൾ കുടിക്കണമെന്ന്. യോഹന്നാൻ 6 ആ യോഹന്നാൻ 6 പറയുന്ന ആ കാര്യം അതും കുർബാനയുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. കുർബാന എന്നുള്ളൊരു വാക്ക് അവിടെ ഇല്ല, അഥവാ ബലി എന്നൊരു വാക്ക് അവിടെ ഇല്ല. നിങ്ങൾ മാംസം ഭക്ഷിക്കണമെന്നും നിങ്ങൾ രക്തം കുടിക്കണമെന്നുമാണ് പറഞ്ഞത്. അതല്ലാതെ വേറെ ഒരു കാര്യവും പറഞ്ഞില്ല. അതിനൊക്കെ ആത്മീയ അർത്ഥങ്ങളുണ്ടെന്ന് മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ പറയപ്പെടുന്ന സഹോദരങ്ങൾക്ക്, ഈ വാത്സല്യ സഹോദരങ്ങൾക്ക് യോഹന്നാൻ 6-ഉം യോഹന്നാൻ 13-ഉം മനസ്സിലായിട്ടില്ല. യോഹന്നാൻ 6-ൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കഫർനഹൂമിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ മാംസം ഭക്ഷിക്കണമെന്നും എൻ്റെ രക്തം കുടിക്കണമെന്നും പറയുന്നത്. അത് ശുശ്രൂഷയുടെ ഏതാണ്ട് ഒരു മധ്യഭാഗത്ത് ആ ഒരു സമയത്ത് പറയുന്ന കാര്യമാണ്. യോഹന്നാൻ 13 എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഒടുവിലത്തെ സമയത്ത് താൻ യെരുശലേമിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ മർക്കോസിൻ്റെ ആ മാളികയിൽ പെസഹ ആചരിക്കാനായിട്ട് ഒത്തുകൂടിയിരിക്കുകയാണ്. പെസഹ ആചരണത്തോടനുബന്ധിച്ച് താൻ പുതിയ ഉടമ്പടി അവിടെ സ്ഥാപിക്കുകയാണ്. ആ പുതിയ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഹോളി കമ്മ്യൂണിയൻ അഥവാ തിരുമേശ അല്ലെങ്കിൽ കർത്തൃമേശ എങ്ങനെയൊക്കെ വേണേലും പറയാം. അപ്പോൾ ആ കാര്യം സ്ഥാപിക്കുന്ന കാര്യം എഴുതിയിരിക്കുന്ന യോഹന്നാൻ 13-ലാണ്, അല്ലാതെ യോഹന്നാൻ 6-ലല്ല. അവിടെയും കർത്താവ് യേശുക്രിസ്തു ഈ പറഞ്ഞ കാര്യമൊക്കെ ചെയ്തിട്ട് പറഞ്ഞത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്നാണ്. നിങ്ങളും നാളെ ഇതുപോലെ ബലി അർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാക്യം ഒരു ബൈബിളിലും ഇല്ല, ലോകത്തിലെ ഒരു ഭാഷയിലും അങ്ങനെ അച്ചടിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കണമെന്നും നിങ്ങൾ എൻ്റെ രക്തം കുടിക്കണമെന്നും പറഞ്ഞു യോഹന്നാൻ 6-ൽ. അത് വാസ്തവമാണ്, അതിന് വിശദീകരണമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മുൻകാലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു സഹോദരൻ എന്നെ വിദേശത്ത് നിന്ന് വിളിച്ചപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പറയാനിടയായി. ദേവദാസിനെ ഈ യോഹന്നാൻ 6-ാം അധ്യായം തൻ്റെ പ്രിയതമ, അതായത് തൻ്റെ ഭാര്യ, അവൾക്കിത് കീറാമുട്ടിയായിട്ട് കിടക്കുകയാണ്. അവൾ ആ ഒറ്റ കാരണത്താലാണ് ഇന്നും കൊന്തയൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ആ കൊന്ത കയ്യിൽ നിന്ന് താഴെ വെച്ച് സത്യമാർഗത്തിലേക്ക് വരാൻ ഞാൻ അവളോട് ആവുന്നതും പറഞ്ഞു, വിശ്വാസ മാർഗത്തിലേക്ക് വരാൻ. പക്ഷേ അവൾ പറയുന്നത് യോഹന്നാൻ 6-ൽ യേശു മാംസം ഭക്ഷിക്കണമെന്ന് പറഞ്ഞു, രക്തം കുടിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ മാംസം ഭക്ഷിക്കൽ നിർത്തി, നിങ്ങൾ രക്തം കുടിക്കൽ നിർത്തി, നിങ്ങൾക്ക് എന്തു വരുമെന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും രക്തവും മാംസവും. അതാണോ അതിൻ്റെ അർത്ഥങ്ങൾ?
അതിൻ്റെ അർത്ഥങ്ങൾ അങ്ങനെയല്ല. ഈ വക വിഷയത്തെക്കുറിച്ച് അരയും മുറിയും കേട്ടിട്ട് തന്നെയാണ് ഇവരെല്ലാം കമൻ്റ് എഴുതുന്നത്. തിരിച്ച് ഞാൻ പറയുകയാണ്, അരയും മുറിയും കേട്ടിട്ടാണ്. സമഗ്രമായ പഠനമൊന്നും കയ്യിലില്ല. അപ്പനപ്പന്മാരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. എന്നാൽ ഇടയ്ക്ക് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ചുമ്മാ കവലപ്രസംഗം പോലെ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോന്നോ അങ്ങനെ മറ്റോ ഒരു വാക്ക് ഉപയോഗിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കവലപ്രസംഗത്തിൽ എനിക്കൊരു അഭിമാനമുണ്ട്. ഞാൻ ശരിക്കും നല്ലൊരു കവലപ്രസംഗിയല്ല, എന്നാലൊരു നല്ല കവലപ്രസംഗി ആയിരിക്കണം എന്ന ആഗ്രഹമുണ്ട്. കാരണം എന്താ, എൻ്റെ കർത്താവ് ഈശോ മിശിഹ ഒരു കവലപ്രസംഗിയായിരുന്നു. അവൻ്റെ അപ്പോസ്തലന്മാരും കവലപ്രസംഗികളായിരുന്നു, തെരുവ് പ്രസംഗികളായിരുന്നു. അവർ യെരുശലേം ദേവാലയത്തിൻ്റെ മദ്ബഹയ്ക്കകത്തിരുന്ന് പ്രസംഗിച്ചവരല്ല, ആണോ? യെരുശലേം ദേവാലയത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ വെളിയിലുള്ള ഗോപുരങ്ങളിൽ അവിടെ നിന്നുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. അല്ലാതെ യെരുശലേം ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് കയറിയിരുന്നിട്ടല്ലോ അവർ പ്രസംഗിച്ചത്, ഒരിക്കലുമല്ല. അതുപോലെ കർത്താവും പ്രസംഗിച്ച എവിടെയാ? തെരുവുകളിലാണ്, മലമുകളിലാണ്, അതുപോലെ പടകിൻ്റെ മുകളിൽ കയറി നിന്നിട്ടൊക്കെയാണ് കർത്താവ് പ്രസംഗിച്ചത്. അപ്പോൾ ഇന്ന് ഇവരുടെയൊക്കെ മുമ്പിൽ ഈ പടകിൻ്റെ മുകളിൽ നിന്ന് പ്രസംഗിക്കുന്ന കർത്താവിനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ ചോദിക്കില്ലേ, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലല്ലോ ഒന്ന്? അതെ, തികച്ചും സ്റ്റാൻഡേർഡ് ഇല്ല. ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പ്രസംഗമാണ് യേശു കർത്താവിൻ്റെയും തൻ്റെ അപ്പോസ്തലന്മാരുടെയും. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പം അദ്ദേഹം അതിൻ്റെ ഒടുക്കം പറഞ്ഞു, ഈ പെസഹ ആചരിക്കുകയോ ഈസ്റ്റർ ആഘോഷിക്കുകയോ ഒന്നും ചെയ്യാത്ത ആളുകളെ, അത് രണ്ട് കൂട്ടരുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഒന്ന് ഇസ്ലാം ഇത് ആഘോഷിക്കുന്നില്ല. രണ്ട് യഹൂദന്മാർ, അവരിത് ആഘോഷിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ആഘോഷിക്കുന്നില്ലാത്തതുപോലെ വേറൊരു കൂട്ടരും ആഘോഷിക്കുന്നില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. അത് ഈ പെന്തക്കോസ്തുകാരാണ്. അപ്പോൾ അവരെ ഈ കൂട്ടത്തിൽ കൂട്ടിയേക്കാം, അതായത് യഹൂദന്മാരുടെ കൂട്ടത്തിലും മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും കൂട്ടിയേക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. അതേസമയം അവർ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യുമെന്ന്, അവരിതെല്ലാം ആഘോഷിക്കുമെന്ന്. വലിയ പാടാ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ. അതായത് സത്യാന്വേഷികളാണെങ്കിൽ കാര്യം മനസ്സിലാവും. ഞാൻ ആ ഭാഗം വിടുകയാണ്, അത് അധികം പറഞ്ഞ് സമയം കളയുന്നില്ല. ചില മനുഷ്യർക്ക് അങ്ങനെ സന്ദേഹങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്യാവശ്യം മിനിമം ചില കാര്യങ്ങൾ പറയണമല്ലോ, അതുകൊണ്ട് മിനിമം ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടക്ക സമയത്ത് തന്നെ 1 തിമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ വായിച്ചിരുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥന്റെ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. കഴിഞ്ഞ ആഴ്ച പല വാത്സല്യ സഹോദരങ്ങളും ഒരു ചോദ്യം എന്ന നിലയിൽ ചോദിച്ചിരുന്നു. അതായത് പാപത്തിൽ നിന്നുള്ള ക്ഷമയെക്കുറിച്ചും അതുപോലെ പാപമോചനം എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ അതിൻ്റെ തലയാഴ്ച നമ്മൾ പറഞ്ഞതുകൊണ്ട് ആ ഭാഗം ഒരു ചെറിയ സന്ദേഹം പോലെ പറഞ്ഞു, അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുള്ള നിലയിൽ. അപ്പോൾ ആ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വായിച്ച വേദഭാഗമായിരുന്നു ഇത്. എന്നാൽ അധികം അതിൽ നിന്ന് പറഞ്ഞില്ല. അങ്ങനെ തന്നെ നമ്മൾ മുൻപോട്ട് പോയി അവസാനം ഓടിച്ചങ്ങ് പറഞ്ഞിരുന്നു. ആ ഓടിച്ച് പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. അതായത് ഈ ഒരു വിഷയം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ഈ ടാബർനാക്കിളിൻ്റെ പിക്ചർ എടുത്തിട്ട് അങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാറ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ടാബർനാക്കിളാണ്, അഥവാ സമാഗമന കൂടാരം. ഈ കൂടാരത്തിൻ്റെ മുൻപിൽ ഒരേ ഒരു വാതിൽ കാണാം. ആ കാണുന്ന യാഗപീഠം ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ് അവിടെ വെച്ചിരിക്കുന്ന താമ്ര യാഗപീഠം. ആ താമ്ര യാഗപീഠം വിരൽ ചൂണ്ടുന്നത് കാൽവറിയിലെ ക്രൂശിലേക്ക്. അപ്പം കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത് മുഴു മാനവലോകത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെ ഇടമാണ്. ഇതൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സന്ദർഭവശാൽ വീണ്ടും വിശദീകരിക്കേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണ് അങ്ങനെ വിശദീകരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ട്, എന്നാൽ പുതുതായി കേൾക്കുന്നവരുണ്ട്, മേലാൽ കേൾക്കുന്നവരുണ്ട്. അവർക്കെല്ലാം പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അതിനോടനുബന്ധിച്ച് ഞാൻ മറ്റൊരു പിക്ചർ കാണിക്കുകയാണ്. ഈ പിക്ചറിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി. ഈ പിക്ചറിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണുന്നത് ഒരു പാപിയായ മനുഷ്യൻ മുഴങ്കാലിലിരിക്കുന്നു. അവൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്നതാണ് വാതിൽ തുറക്കുമ്പോൾ ആദ്യമായി കാണുന്ന യാഗപീഠമാണ്. ആ യാഗപീഠമാണ് കാൽവറിയിലെ ക്രൂശ്. ഇവിടെയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വാക്യം, യോഹന്നാൻ 6:44. പിതാവ് ഒരു വ്യക്തിയെ, അഥവാ പാവിയായൊരു മനുഷ്യനെ, ആദാമി വർഗത്തിൽപ്പെട്ടൊരു മനുഷ്യനെ പിതാവ് ആകർഷിച്ച് തൻ്റെ പുത്രൻ്റെ ക്രൂശിങ്കിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ആ ക്രൂശിങ്കിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെയാണ് അവൻ സുവിശേഷം കേൾക്കുന്നത്. ക്രൂശിൻ്റെ വചനങ്ങൾ കേൾക്കുകയാണ്, സത്യ സുവിശേഷം കേൾക്കുകയാണ്. ആ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് പാപബോധം വരുന്നത്. അപ്പോൾ ഈ വാക്യത്തിൻ്റെ പ്രസക്തി എന്താ? ഈ 1 തിമോഥെയോസ് 2:5-6 വാക്യം നമ്മൾ വായിച്ചു. ആ വാക്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, ഈ യാഗപീഠത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു യാഗമൃഗത്തെയാണ്. മനുഷ്യപുത്രൻ അവിടെ മനുഷ്യവർഗത്തിനു വേണ്ടി തകർക്കപ്പെട്ട് കിടക്കുകയാണ്. മനുഷ്യപുത്രൻ അവിടെ മുഴു മാനവലോകത്തിനും വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? തകർക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ യാഗപീഠത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ യാഗപീഠം കാൽവറിയിലെ ക്രൂശിൻ്റെ നിഴലാണെന്ന് പറഞ്ഞു.
അപ്പോൾ യാഗപീഠത്തിലേക്ക് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ക്രൂശിലേക്ക് നോക്കുമ്പോഴോ അവിടെ നമുക്ക് രണ്ട് കാര്യം കാണാൻ കഴിയും. ഒന്ന്, അതിനൊരു ലീഗൽ വശമുണ്ട്, ഒരു ലീഗൽ സൈഡുണ്ട്. രണ്ട്, അതിനൊരു സ്പിരിച്വൽ സൈഡുണ്ട്. മനസ്സിലാക്കുക, ഒന്ന് അതിനൊരു ലീഗൽ സൈഡുണ്ട്, രണ്ട് അതിനൊരു സ്പിരിച്വൽ സൈഡുണ്ട്. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ യാഗപീഠത്തിലേക്ക് നോക്കുമ്പോൾ ആ യാഗപീഠത്തിൽ നമുക്ക് ഒരു മധ്യസ്ഥനെ കാണാം. ആ മധ്യസ്ഥനാണ് അറുക്കപ്പെട്ട കുഞ്ഞാട് അഥവാ യേശുക്രിസ്തു. അതായത് വെളിയിൽ നിൽക്കുന്ന ആരാ? പാപികളായ മനുഷ്യർ. വെളിയിൽ നിൽക്കുന്ന പാപികളായ മനുഷ്യർ. മുൻപോട്ട് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഹോളി പ്ലേസിൽ തേജോമയനായ ദൈവം, പരമപരിശുദ്ധനായ ദൈവം. ആ പരിശുദ്ധനായ ദൈവത്തോട് പാപികളായ മനുഷ്യർക്ക് അടുക്കാൻ കഴിയില്ല. അവരെ അടുപ്പിക്കുവാൻ വേണ്ടി വന്ന മധ്യസ്ഥനാണ് യേശുക്രിസ്തു. ഇപ്പം തിമോഥെയോസിൻ്റെ ലേഖനത്തിലെ വാക്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലായോ? യേശുക്രിസ്തു എന്ന ഒരേ ഒരു മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന് ഒരൊറ്റ ബലിപീഠമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ബലിപീഠം, അതാണ് താമ്രയാഗപീഠം. ആ യാഗപീഠമല്ലാതെ രണ്ടാമതൊരു യാഗപീഠമില്ല. അതുവഴിയാണ് ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നത്. അതുപോലെ മാനവലോകത്തെയും വീണ്ടെടുക്കുവാൻ വേണ്ടി ഒരൊറ്റ ബലിപീഠമേ ഉള്ളൂ, അതാണ് കാൽവറിയിലെ ക്രൂശ്. ആ ക്രൂശ് വഴിയാണ് എല്ലാ മനുഷ്യരെയും വീണ്ടെടുക്കുന്നത്. അപ്പോൾ ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് മധ്യസ്ഥനെയാണ്. പിതാവായ ദൈവത്തോട് നമ്മെ നിരപ്പിക്കുന്ന മധ്യസ്ഥനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ വഴി നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അത് റോമാലേഖനം പഠിച്ചാൽ മതി. റോമാലേഖനം 5-ാം അധ്യായം അങ്ങനെ പല അധ്യായങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ വക കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ലഭിക്കും. അപ്പോൾ യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ വഴി നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ യേശുക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു, ദൈവത്തോട് നിരപ്പിച്ചു. അതിൻ്റെ വാക്യം ഏതാ? 1 പത്രോസ് 3:18. 1 Peter chapter 3 verse 18. 1 പത്രോസ് 3:18. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, വളരെ സീരിയസ് ആയ വാക്യമാണ്. ആ വാക്യമൊക്കെ അണ്ടർലൈൻ ചെയ്യണം. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. താൻ കഷ്ടം അനുഭവിച്ചത് എന്ത് നിമിത്തമാണ്? നീതികെട്ടവരായ നമുക്ക് വേണ്ടിയാണ് കഷ്ടം സഹിച്ചത്. പാപികളായ നമുക്ക് വേണ്ടിയാണ് കഷ്ടം സഹിച്ചത്. അതെന്തിനു വേണ്ടിയാ? ആ കഷ്ടം നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. നാം എവിടെയാണപ്പോൾ? നാം വളരെ ദൂരസ്ഥരാണ്. പാപനിമിത്തം നാം ദൂരസ്ഥരാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നാം ദൈവത്തോട് ശത്രുതയിലുമാണ്. കാരണം പാപം നമ്മുടെ അകത്തിരിക്കുന്നത് കൊണ്ട് പാപം എപ്പോഴും നമ്മളെ ദൈവത്തോട് അകറ്റി നിർത്തി, ശത്രുതയിലാണ് നിർത്തിയത്. പാപം നമ്മളെ ദൈവത്തോട് എന്ത് ചെയ്തു? അകറ്റി നിർത്തി. 2, ദൈവത്തോട് ശത്രുതയിലായിരുന്നു. ദൈവത്തിന് നമ്മോട് ശത്രുതയുണ്ടെന്നല്ല അർത്ഥം, നാം ദൈവത്തോട് ശത്രുതയിലായിരുന്നു. അതിൻ്റെ കാരണം പാപമാണ്. അപ്പോൾ പാപനിമിത്തം അങ്ങനെയായി. അപ്പോൾ ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം പലപ്പോഴായി കഷ്ടം സഹിച്ചു. അങ്ങനെയാണോ? ഒരിക്കൽ കഷ്ടം സഹിച്ചു. നിങ്ങൾ അതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. ഞാൻ എൻ്റെ ബൈബിളിൽ എങ്ങനെയാണ് വരച്ചു പോകുന്നതെന്ന് അറിയാവോ? ഇതിങ്ങനെ വരയ്ക്കും. പല കളറിലുള്ള പേനയൊക്കെ ഉണ്ട്. ഇത് പല കളറിലുള്ള പേനയിലൊക്കെ ആയിരിക്കും അണ്ടർലൈൻ ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ അതിൽ ആ ഒരിക്കൽ എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കും. അല്ലെ കണ്ണിപ്പെടില്ല, വലിയ പാടാണ് കണ്ണിപ്പെടാൻ. അപ്പോൾ അതുകൊണ്ട് അവിടെ വേറൊരു കളർ കൊടുക്കും. അപ്പോൾ വായിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിലേക്ക് ഇങ്ങനെ വരും, യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച പരമയാഗത്താൽ എന്ന് എബ്രായർ 10 ഇവിടെ ഒരിക്കലായി കഷ്ടം സഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്, കഷ്ടം അനുഭവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരിക്കൽ എന്നുള്ള പദം പലയിടങ്ങളിലും കാണാൻ കഴിയും. ക്രിസ്തു ഒരിക്കൽ ഭൂജാതനായി. 2 തവണ ഭൂജാതനായോ? ഒരിക്കൽ ഭൂജാതനായി, ഒരിക്കൽ കഷ്ടം സഹിച്ചു. അങ്ങനെ ഒരിക്കലായി സ്വർഗാരോഹണം ചെയ്തു. ആ ക്രിസ്തു വീണ്ടും വരും. പലപ്പോഴായിട്ട് വരികയല്ല, ആ ക്രിസ്തു വീണ്ടും വരും ഈ ഭൂമിയിലേക്ക്. ആ വരുന്ന വരവിൽ തൻ്റെ സഭയും സകല വിശുദ്ധന്മാരും തന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനിടയിൽ എന്തോ ഒരു കാര്യം സംഭവിക്കണം. അതിനിടയിൽ സംഭവിക്കുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവ് ഒരുക്കം പൂർത്തിയായ സഭയെ ഇവിടെ നിന്ന് മണവാളൻ്റെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുക്കും. ഇതിനിടയിൽ ഒരുക്കം പൂർത്തിയായ മണവാട്ടിയെ പരിശുദ്ധാത്മാവ് മണവാളൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും.
മണവാളൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. അതിനാണ് നമ്മൾ ഉൾപ്രാവണം അഥവാ റാപ്ചർ എന്ന് പറയുന്നത്. അത് സംഭവിച്ചതിന് ശേഷം ചില നാളുകൾ കഴിഞ്ഞ് കർത്താവ് തൻ്റെ സകല വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിലേക്ക് ഒരു വരവ് വരും. അതിനാണ് രണ്ടാം വരവ് എന്ന് പറയുന്നത്. നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതിനിടയ്ക്ക് കർത്താവ് വരുന്നില്ലെന്ന് ചോദിച്ചാൽ വരുന്നുണ്ട്, ഭൂമിയിലേക്കല്ല. കർത്താവ് മേഘങ്ങളിൽ വരും. അങ്ങനെ മേഘങ്ങളിൽ വരുമ്പോൾ നാം ആ മേഘങ്ങളിൽ അവനെ എതിരേൽപ്പാൻ പാകത്തിന് അവൻ്റെ അടുക്കൽ എത്തും. അത് പരിശുദ്ധാത്മാവാണ് എത്തിക്കുന്നത്. അതാണ് അനധിവിദൂര ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യം. അപ്പോൾ പറഞ്ഞു വന്നത്, നീതിമാനായ ക്രിസ്തു നീതി കെട്ടവർക്ക് വേണ്ടി ഒരിക്കൽ കഷ്ട സഹിച്ചു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. പാവിയായ മനുഷ്യനെ കർത്താവ് യേശു ക്രിസ്തു കഷ്ട സഹിച്ചുകൊണ്ട് പിതാവായ ദൈവത്തോട് അടുപ്പിച്ചു. ഈ പിക്ചറിലൂടെ പറയാതെ പറയാൻ ശ്രമിച്ച കാര്യം അതാണ്. അങ്ങനെ നമുക്ക് ദൈവസന്നിധാനത്തിലേക്ക് അടുക്കാൻ കഴിയുന്നു. അവിടെ രണ്ട് വശമുണ്ടെന്ന് പറഞ്ഞു. അതായത് അവിടെ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് അതിൻ്റെ ലീഗൽ സൈഡും ഒന്ന് അതിൻ്റെ സ്പിരിച്വൽ സൈഡും. അതിൻ്റെ ലീഗൽ സൈഡ് എന്ന് പറയുന്നത്, അതായത് ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്യുന്ന കാര്യമാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ളത്. അതായത് ശിക്ഷ നിർബന്ധമാണ്. ന്യായപ്രമാണം അത് ഡിമാൻഡ് ചെയ്യുകയാണ്. അവിടെ എക്സ്ക്യൂസ് ഇല്ല. ക്ഷമയെന്ന് പറയുന്നൊരു പദം അവിടെ ഉപയോഗിക്കുന്നില്ല. അത് കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് സഹോദരങ്ങളെ, കോടതിയോടുള്ള ബന്ധത്തിൽ കോടതിയിൽ ക്ഷമയെന്ന് പറയുന്നൊരു വാക്കില്ല. കോടതി ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നീ കുറ്റം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കുറ്റം ചെയ്തു എന്ന് പറയാം, സമ്മതിക്കാം. അല്ല, കുറ്റം ചെയ്തില്ലെന്ന് പറയാം. കുറ്റം ചെയ്തില്ലേ പിന്നെ വാദിക്കാം. പിന്നെ വാദമാണല്ലോ നടക്കുന്നത്. അങ്ങനെ വാദിച്ച് നമുക്ക് കുറ്റവിമുക്തരാകാം. അതാണല്ലോ കോടതി പ്രൊസീജിയർ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണല്ലോ. അതല്ലാതെ അതിനിടയിൽ നമ്മൾ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചോ, ജഡ്ജി അങ്ങനെ പറ്റിപ്പോയി, മന്നിച്ചിടണം. അങ്ങനെ ഒരു മന്നിപ്പ് കിട്ടുമോ? അവിടെ നിന്ന് മന്നിച്ചിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് അറിയാവും മന്നിപ്പ് എന്താന്ന്. അവിടെ ആ ജഡ്ജിയുടെ തൊട്ടപ്പുറം ഒരു ചേച്ചി ഒരു ത്രാസ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. പുള്ളിക്കാരിയുടെ കണ്ണാണ് കെട്ടി വെച്ചിരിക്കുക. മന്നിച്ചിടണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി മൈൻഡ് ചെയ്യില്ല. ഇങ്ങനെ ഒരു ത്രാസും പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ണടച്ചു വെച്ചിരിക്കുക. അതായത് അവിടെ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. മുഖപക്ഷം ഇല്ല. അവിടെ ആർക്ക് ഫേവറായിട്ടൊരു വിധിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കോടതിയെ സംബന്ധിച്ച് നീ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അതാണ് വിഷയം. മനുഷ്യവർഗം കുറ്റവാളികളാണ്. അത് അസന്നിഗ്ധമായി തെളിയിക്കപ്പെടുകയാണ്. അതെവിടെയാ വാക്യം? റോമാലേഖനം 3:9 വായിച്ചേ. റോമാലേഖനം 1-ാം അധ്യായത്തിൽ സകല ജാതികളും പാപികളാണെന്ന് പ്രൂവ് ചെയ്യുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദൻ പാപിയാണെന്നുള്ളത് പ്രൂവ് ചെയ്യുകയാണ്. 3-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ കൺക്ലൂഷൻ വായിച്ചേ. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. അതായത് ഈ 1-2 അധ്യായങ്ങളിലൂടെ അത് പ്രൂവ് ചെയ്യുകയാണ്. രണ്ട് കൂട്ടരും പാപത്തിലാണ്. അത് കഴിഞ്ഞിട്ട് 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസമില്ലെന്ന് എന്നുവെച്ചാൽ യഹൂദനെന്നോ യവനനെന്നോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവരും പാപത്തിന് കീഴിലാണ്. അതുകൊണ്ട് നിശ്ചയമായും പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ശിക്ഷ അനുഭവിച്ചേ തീരൂ, ശിക്ഷിക്കപ്പെടണം. അങ്ങനെ ശിക്ഷിക്കപ്പെടേണ്ടിയ സ്ഥാനത്താണ് കർത്താവായ യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി ആ ശിക്ഷ ഏറ്റെടുത്തത്. അതാണ് ലീഗൽ സൈഡ് പറയുന്നത്. നിയമപരമായ ആ ശിക്ഷ മനുഷ്യവർഗം അനുഭവിക്കണം. എന്നാൽ ആ ശിക്ഷ യേശുക്രിസ്തു സ്വയം ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യവർഗത്തിന് അവിടെ ഒരു വിമോചനം ലഭിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ ചിന്തിയ രക്തത്താൽ പിതാവായ ദൈവം നമ്മെ നോക്കിക്കാണുമ്പോൾ നമ്മെ കുറ്റവാളികൾ എന്ന നിലയിലല്ല കാണുന്നത്, നമ്മെ നീതീകരിക്കുകയാണ്. രക്തം നമ്മെ നീതീകരിക്കുകയാണ്. അതായത് അത്യുന്നത കോടതി, സർവശക്തനായ ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പാകെ നാം എല്ലാം ന്യായവിധിക്ക് വിധേയപ്പെട്ടവരായിരുന്നു. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണ നിമിത്തം ചിന്തിയ രക്തത്താൽ നമുക്ക് പാപമോചനം ലഭിക്കുകയാണ്, പാപത്തിൽ നിന്നും മോചനം ലഭിക്കുകയാണ്. ആ ബലിമരണം വിശ്വസിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന എല്ലാവരും അവനിലൂടെയുള്ള രക്ഷ അനുഭവിക്കുകയാണ്, രക്ഷയും വിടുതലും അനുഭവിക്കുകയാണ്. അങ്ങനെ ആ രക്ഷ അനുഭവിക്കുന്ന നാം ദൈവത്തോട് അടുക്കുകയാണ്. യേശുക്രിസ്തു ഒരിക്കലായി അനുഭവിച്ച കഷ്ടനിമിത്തം നമുക്ക് തേജോമയനായ ദൈവത്തോട് അടുക്കാൻ കഴിയുന്നു. എങ്ങനെ അടുക്കാൻ കഴിഞ്ഞു?
അതായത് സ്വർഗീയ കോടതി, ആ കോടതിയോട് എങ്ങനെ അടുക്കാൻ കഴിയും? നീതിപതിയായ ന്യായാധിപതിയോട് എങ്ങനെ അടുക്കാൻ കഴിയും? യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മറവിലാണ് നമ്മൾ അടുക്കുന്നത്. ആ രക്തം മൂലമാണ് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചത്. അത് 5-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം വിശ്വസിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബലിമരണ നിമിത്തം എൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, എൻ്റെ പാപങ്ങൾ മായിച്ചിരിക്കുന്നു, അവൻ എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്താൽ അവനെ നാം വിശ്വസിക്കുകയാണ്, വിശ്വസിച്ച് കൈക്കൊള്ളുകയാണ്. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുകയാണ്. മറ്റ് ഭാഗങ്ങളുണ്ട് വിശ്വാസം മൂലം നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന കാര്യം. നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയാണ്. അങ്ങനെ സമ്പൂർണ്ണ സ്വതന്ത്രരായാണ് നാം മുൻപോട്ട് പോകുന്നത്. അവിടെയാണ് ഈ തിമായിയുടെ മകനായ ബർത്തിമായി കാഴ്ച ലഭിച്ചപ്പോൾ തുള്ളിച്ചാടി പോയെന്ന് പറഞ്ഞതുപോലെ ഒരു തുള്ളിച്ചാടി പോക്കാണ് പോകുന്നത്, ഒരു തുള്ളിച്ചാടലാണ്. കാരണം എന്താ? സമ്പൂർണ്ണമായ കാഴ്ചയാണ് ലഭിച്ചിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞത്, നാം അന്ധകാരത്തിലായിരുന്നു, അങ്ങനെ അന്ധകാരത്തിലായിരുന്ന നമ്മെ സ്നേഹസ്വരൂപനായ പുത്രൻ വിടുവിച്ച് തൻ്റെ രാജ്യത്തിൽ, അഥവാ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. അങ്ങനെയാണ് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. നമ്മെ ഇരുളിൽ നിന്ന് എന്ത് ചെയ്തു? വിടുവിച്ചു. ഘട്ടം ഘട്ടമായിട്ടല്ല വിടുവിച്ചത്, ഇരുളിൽ നിന്ന് വിടുവിച്ചു. സമ്പൂർണ്ണമായൊരു വിടുതലാണ്. നേരെ ഷിഫ്റ്റ് ചെയ്യുകയാണ് വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക്. ഇത് രണ്ടും രണ്ട് രാജ്യമാണ്. ഒന്ന് ഇരുളിൻ്റെ രാജ്യം, ഒന്ന് വെളിച്ചത്തിൻ്റെ രാജ്യം. ചിലർ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങളുടെ ഒരു കാല് വെളിച്ചത്തിലും ഒരു കാല് ഇരുട്ടിലുമാണ്. ഞങ്ങളുടെ കർത്താവ് അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും ഞങ്ങളെ രക്ഷിക്കില്ല, പയ്യെ പയ്യെ രക്ഷിക്കുള്ളൂ എന്നാ. എനിക്കറിയില്ല അതൊക്കെ എങ്ങനെയാന്ന്. യേശു കർത്താവ് നമ്മെ രക്ഷിക്കുന്നതും വിടുവിക്കുന്നതും സമ്പൂർണ്ണമായിട്ടല്ലേ സഹോദരങ്ങളെ? ഇപ്പൊ പറഞ്ഞ് മനസ്സിലായോ? അതായത് പാപനിമിത്തം ഇരുളിലായിപ്പോയ നമ്മെ പുത്രൻ സ്വതന്ത്രരാക്കിയാണ്, വിടുവിക്കുകയാണ്, വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ നാം ആ സ്വാതന്ത്ര്യം ആസ്വദിക്കുകയാണ്. അങ്ങനെ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് വന്ന നമ്മോട് ഒരു സന്ദേശം അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, 1 John chapter 1 verse 7. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതായത് വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചവരോടുള്ള ബന്ധത്തിൽ എന്താ പറയുന്നത്? അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഓക്കെ, നാം വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് വന്നെങ്കിൽ ആ വെളിച്ചത്തിൻ്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെടണം. അവിടെ തന്നെ വേറൊരു വാക്കും കൂടി ഉണ്ടല്ലോ, അതായത് അവനിൽ ഇരുൾ അശേഷം ഇല്ലെന്നുള്ളൊരു ഭാഗം അവിടെ തന്നെയുണ്ട്. 6-ാം വാക്യത്തിലാണോ അത്? യെസ്, വേഴ്സ് 5, 5-ാം വാക്യം ഒന്ന് വായിച്ചേ. ദൈവം വെളിച്ചമാകുന്നു, അവന് ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുളിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. എങ്ങനെ ഈ വാക്യം വായിച്ചത്? ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അപ്പോസ്തലന്മാരുടെ ദൂതാണത്. ദൈവം വെളിച്ചമാകുന്നു. അപ്പോൾ ആ ദൈവത്തിൽ അശേഷം ഇരുട്ടില്ല. അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുളിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് വന്ന നമ്മോടുള്ള ബന്ധത്തിൽ യോഹന്നാന്റെ സുവിശേഷ പ്രകാരം പറഞ്ഞാൽ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. പിന്നത്തേതിൽ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. അതിൻ്റെ കാരണം, നമ്മൾ ഈ രക്ഷാമാർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ യേശു കർത്താവ്, അല്ലെങ്കിൽ നാം ഈ രക്ഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ വെളിച്ചമായ ക്രിസ്തു നമ്മിലേക്ക് വരികയാണ്. വെളിച്ചമായ ക്രിസ്തു നമ്മിലേക്ക് വരുമ്പോൾ നാം പ്രകാശിക്കപ്പെടുകയല്ലേ, നാം വെളിച്ചമായി തീരുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. അങ്ങനെ കർത്താവ് അങ്ങനെ കർത്താവ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. എന്നിട്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഇരുളിൻ്റെ പ്രവൃത്തികൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ഇരുൾ വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്?
വെളിച്ചത്തിൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്നില്ലെന്നല്ലേ അർത്ഥം? നാം വെളിച്ചത്തിൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്നില്ലെന്നാണ് അവിടെ അർത്ഥമാക്കേണ്ടത്. ആ കൂട്ടായ്മയിൽ തന്നെയാണെങ്കിൽ നമ്മിൽ നിന്ന് വെളിച്ചമാണ് പുറപ്പെട്ടു വരികയുള്ളൂ. ഇരുള് അശേഷം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ലീഗൽ സൈഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മൂലം നാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയാണ്. ഇനി ആ ക്രൂശിലേക്ക് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ, ആ ബലിപീഠത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ, അവിടെയാണ് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചത്. പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന നമ്മെ ഉദ്ധരിച്ചു കൊണ്ടുവരികയാണ്. കൃപ നമ്മെ ആ ക്രൂശിങ്കിലേക്ക് കൊണ്ടുവരികയാണ്. ആ ക്രൂശ് വഴിയാണ് പിതാവിനോട് നമ്മെ നിരപ്പിച്ചത്. അവിടെ ഒരു ആത്മീയ വശവും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നീതീകരിക്കപ്പെട്ട ദൈവസന്നിധിയിൽ നിൽക്കുന്ന നാം കൃപയിലാണ് നിൽക്കുന്നത്. കൃപയാൽ നാം ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രവേശിച്ചിരിക്കുന്ന നാം ആ യാഗപീഠത്തിൻ്റെ ചോട്ടിൽ അങ്ങനെ തന്നെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, സമർപ്പിക്കുകയാണ്. ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വരികയാണ്. അങ്ങനെ ആ സമർപ്പണാനുഭവത്തിലേക്ക് വന്ന നമ്മെ കൃപ ലിഫ്റ്റ് ചെയ്യുകയാണ്. വീണ്ടും അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കൃപ നമ്മെ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു വശം പറഞ്ഞാൽ, ഇങ്ങനെ കൃപയാൽ നാം ഉദ്ധരിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വന്ന നാം അടുത്തപടി വിശ്വാസ സ്നാനത്തിൽ ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അതായത് അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കൃപയാൽ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്ന നാം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നു. ആ സ്നാനത്തോടുള്ള ബന്ധത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ഒരു കല്യാണ നിശ്ചയമാണ് അവിടെ നടക്കുന്നത്. ക്രിസ്തുവുമായിട്ടുള്ള ഒരു കല്യാണ നിശ്ചയം അഥവാ ഒരു ഉടമ്പടി. അവിടെ ഒരു എൻഗേജ്മെൻറ്റ് നടക്കുകയാണ്. ആ എൻഗേജ്മെൻറ്റിന് ശേഷം നിയുക്ത മണവാട്ടി മണവാളൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കല്യാണ ദിനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങളൊരു വാക്യം വായിച്ചു സഹോദരങ്ങളെ, അതായത് വെളിപ്പാട് ദിവസം 19:7 വാക്യം. അതും കൂടി ഒന്ന് വായിച്ചേ. ഈ സന്ദർഭവശാൽ അത് പറഞ്ഞു വന്നപ്പോൾ ഒന്ന് വായിക്കണമെന്ന് തോന്നി. അതൊന്ന് വായിച്ചേ. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. റെവലേഷൻ ചാപ്റ്റർ 19:7 ആണ് വായിച്ചത്. അപ്പോൾ ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ അവിടെ മുതൽ കുഞ്ഞാടിൻ്റെ കാന്ത ഉല്ലാസ പരമാർത്ഥതയിലായിരിക്കും, അല്ലേ? ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ അവിടെ മുതൽ കുഞ്ഞാടിൻ്റെ കാന്ത സന്തോഷിച്ചുല്ലസിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്കൊരു യാത്രയാണ്. അതെങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? സന്തോഷിച്ചുല്ലസിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ പലരും ചിരിക്കുകയായിരിക്കും. അങ്ങനെയൊക്കെ നടക്കുന്ന കാര്യമാണോന്ന് ചോദിച്ച് പലരും ചോദിക്കാറില്ലേ പല കാര്യങ്ങളും പറയുമ്പോൾ, അതൊക്കെ നടക്കുന്ന കാര്യമാണോ പാസ്റ്ററെ? അങ്ങനെയൊക്കെ ഈ കാലത്ത് ആരെക്കൊണ്ട് പറ്റും? അങ്ങനെയൊക്കെ വചനം അനുസരിക്കുന്ന ആരുണ്ടെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്ലേസ് ചെയ്യുക. ഈ വാക്യം എനിക്ക് നിങ്ങൾക്കും വേണ്ടി എഴുതി വച്ചിരിക്കുന്നതാണല്ലോ. നമ്മുടെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരിക്കൽ പാപത്തിൻ്റെ പടുകുഴിയിലായിരുന്ന നമ്മെ കൃപ ഉയർത്തിക്കൊണ്ടുവന്നു. ആ കൃപയാൽ നാം ഉദ്ധരിക്കപ്പെട്ടു. അങ്ങനെ നാം ബലിപീഠത്തിൻ്റെ ചുവട്ടിലെത്തി. ആ ബലിപീഠത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ സമർപ്പണാനുഭവത്തിലായിരിക്കുന്ന നമ്മെ ആ ക്രൂശ് ലിഫ്റ്റ് ചെയ്യുകയാണ്. അഥവാ കൃപ നമ്മെ ലിഫ്റ്റ് ചെയ്യുകയാണ്. എങ്ങോട്ടാണ് ലിഫ്റ്റ് ചെയ്യുന്നത്? അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക്. എന്നുവെച്ചാൽ മഹത്വമേറിയൊരു വിവാഹത്തിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ കല്യാണം വരികയാണ്. വേളി നടക്കാൻ സമയമായിരിക്കുന്നു. അപ്പോൾ കാന്ത തന്നെത്താൻ ഒരുക്കുകയാണ്. ഈ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സന്തോഷിച്ച് ഉല്ലസിച്ചാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ എന്നൊരു സ്വയപരിശോധന നടത്താനാണ് ഞാൻ പറഞ്ഞത്. ഈ വാക്യം നമ്മളുമായി ബന്ധപ്പെട്ട വാക്യമാണ്. ഇതൊക്കെ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രം മനസ്സിലാകുന്ന വാക്യങ്ങളും പ്രസംഗങ്ങളുമാണ്. അല്ലാത്ത ആളുകൾ തലകുത്തിയിരുന്ന് കേട്ടിട്ട് ഒരു കാര്യമില്ല, ഒന്നും പിടികിട്ടില്ല. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആരാണ്ട് പിടിച്ച് വെള്ളത്തിലിട്ടാൽ അതൊന്നും, അങ്ങനെയുള്ളവരൊന്നും ഇതൊന്നും കേട്ടിട്ട് ഒരു കാര്യമില്ല. അത് തൊലിപ്പുറത്ത് തട്ടി തെറിച്ചു പോവുള്ളൂ. വാസ്തവമായി ഹൃദയങ്ങളെ കീറിക്കൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് തങ്ങളുടെ പാപം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്ത മനുഷ്യരുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാനതൊക്കെ വിശദീകരിച്ചതാണ്. ഇപ്പോൾ ഈ യാഗപീഠമൊക്കെ കാണിച്ചിട്ട് പറയുന്നത് എന്താ? ഒന്ന്, നിയമപരമായി നാം കുറ്റവിമുക്തരായിരിക്കുന്നു. നാം കുറ്റവാളികളല്ല. ഇനി പാപം നമ്മിലില്ല. പാപത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിച്ചിരിക്കുന്നു. നാം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മിൽ ജഡമുണ്ട്. ആ ജഡത്തെ നാം എന്ത് ചെയ്യണം? ജയിക്കണം. പാപത്തിൽ നിന്നും മോചനം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മിൽ ജഡമുണ്ട്. ജഡ സ്വഭാവങ്ങൾ വെളിപ്പെടും. എന്നുവെച്ചാൽ അതൊരു പാപ സ്വഭാവങ്ങളാണല്ലോ. അതിൽ നിന്ന് നമ്മൾ ജയം കൊള്ളണം, ജയാളികളായി തീരണം. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിക്കുക.
യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മെ സദാ ശുദ്ധീകരിക്കാൻ തയ്യാറാണ്. ആ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും പാപക്ഷമയിലൂടെ മുൻപോട്ട് പോകാൻ കഴിയും. പാപക്ഷമയിലൂടെ. അതെന്ത് പാപക്ഷമയാണ്? അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ക്രമീകരണത്തിലൂടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷമ വാങ്ങാൻ കഴിയും. അത് ആർക്കാണ് കഴിയുന്നത്? പാപം മോചിച്ചു കിട്ടി ദൈവരാജ്യത്തിൽ വന്ന ദൈവമക്കളുടെ കാര്യമാണ് ഈ പറയുന്നത്. പൊതുലോകത്തിൻ്റെ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട് ദൈവ വഴിയിലേക്ക് വന്ന ആളുകളോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഒരു സഹോദരൻ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. അതായത് ഈ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് അറിയാം, എന്നിട്ടും അറിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, അതിനൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അതിനിപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ആരെയും ശിക്ഷിക്കാനും പോകുന്നില്ല. അതൊക്കെ ന്യായവിധി ദിവസത്തിൽ കൈകാര്യം ചെയ്യും. ന്യായവിധി ദിവസത്തിൽ കൈകാര്യം ചെയ്യും. ഈ ക്രൂശിനോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യം ഇന്ന് ഞാൻ പറയുമെന്ന് ഇന്നലത്തെ മെസ്സേജിൽ പറഞ്ഞിരുന്നു. അത് പറയാനായിട്ടുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നില്ല. കർത്താവ് അനുവദിച്ച് ഞാൻ അടുത്ത ദിവസം പറയാം. യൗവനക്കാരുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചേർത്ത് വെച്ച് പറയേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ട്രാക്കിലല്ല ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതായത് ഈ യൗവനക്കാരൊക്കെ ആയിട്ടുള്ള ബന്ധത്തിലുണ്ടല്ലോ, ഒരു 15 വയസ്സ് മുതലൊക്കെ സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകാൻ ഇറങ്ങി തിരിച്ച ഒത്തിരി പേരുണ്ടല്ലോ. ഒരു 15 വയസ്സ് മുതലൊക്കെ കുട്ടികൾ ഇങ്ങനെ വിശ്വാസ വഴിയിലേക്ക് വന്ന് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീരാനായിട്ട് വരും. അങ്ങനെ 15, 16, 17 അങ്ങനെയൊക്കെ പോയിട്ട് അതൊരു 20, 22, 25 വരെയൊക്കെ കൂട്ടാം. അങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രായത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഹോർമോൺ ചേഞ്ചിൻ്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ ഫീൽഡിലുള്ളവരൊക്കെ ഉണ്ടല്ലോ, എനിക്ക് എല്ലാ ഹോർമോണിൻ്റെ പേരറിയാൻ മേല. 17, 18 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് അഡ്രിനാലോ അങ്ങനെ ഏതൊക്കെയോ ഹോർമോണുകൾ ഇങ്ങനെ വരുമെന്നും പോകുന്നും, ആ സമയത്തൊന്നും നിങ്ങളീ പറയുന്ന ഒന്നും പറഞ്ഞാൽ അവിടെ ഏക്കില്ലെന്നും, അതൊന്നും പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേരെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പലരും പറയുന്നത്. അവരിൽ പല ചേഞ്ചസും വരുന്ന സമയമാണ്. സത്യമാണ്, അതൊക്കെ എനിക്കറിയാം. പിള്ളേരിൽ വലിയ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയമാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ മാറി വരുന്ന 1-2 ഹോർമോണിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞ് നവീനെ. എനിക്ക് ഹോർമോണിനെ അറിയാത്തോണ്ടാ. എല്ലാ ഹോർമോണിൻ്റെ കാര്യം നവീൻ അറിയാം. ഈ പറയുന്ന ഹോർമോണിനെ ഒന്നും പിടിച്ചു കെട്ടാൻ കഴിയാത്തൊരു ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ആ ആത്മാവിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അതായത് ഒരു 30-40 വയസ്സ് കഴിയുമ്പോൾ ഒന്ന് പക്വത വന്നു കഴിയുമ്പോൾ മാത്രം ആളുകളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ആത്മാവിനെ പ്രാപിച്ച ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. പലരും പറയുന്ന ന്യായങ്ങൾ കേൾക്കുമ്പോൾ ഈ ന്യായം പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? നിനക്ക് ക്രൂശ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, പാപം എന്താണ്, ശിക്ഷ എന്താണ്, ശിക്ഷാവിധിയുടെ കാഠിന്യം എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. മോനും മനസ്സിലായിട്ടില്ല, മോക്കും മനസ്സിലായിട്ടില്ല. മയക്കുവെടി വെച്ച് കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് മുക്കിപ്പൊക്കി കയറ്റി വിട്ടു. എന്നിട്ട് ഒരു ഓർഗനും മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഗിറ്റാർ മേടിച്ചു കൊടുത്തു. മോനിപ്പോൾ ഇങ്ങനെ ഇട്ട് ഗിറ്റാർ അടിച്ചുകൊണ്ടിരിക്കുക. അവർ വേദോസം വായിക്കാൻ സമയമില്ല. അവൻ 24 മണിക്കൂർ പ്രാക്ടീസാണ്, ഓർഗൻ പ്രാക്ടീസാണ്. സൺഡേയിൽ വർഷിപ്പുണ്ടല്ലോ, വർഷിപ്പോ അത് നീ വചനം ധ്യാനിക്കാൻ നോക്ക്, പിന്നെ ഓർഗനും വർഷിപ്പൊക്കെ പിന്നെ നടത്താം. ആദ്യം ലഭിക്കപ്പെട്ട വിടുതലിനെ കുറിച്ചും ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിലൂടെയുള്ള മഹിമയൊക്കെ ഒന്ന് മനസ്സിലാക്ക്. എന്നിട്ട് പയ്യെ നമുക്ക് ഓർഗൻ വായിക്കാം. നിൻ്റെ ഓർഗൻ വായന കേട്ട് കോരിത്തരിക്കാനിരിക്കുകയല്ല കർത്താവ്. ഇത് കുറച്ച് മര്യാദക്കാർ പിള്ളേരുടെ കാര്യമാട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇച്ചിരി ആ ട്രാക്കിൽ നിന്നും കൂടെ പോകുന്ന ആൾക്കാരോടുള്ള ബന്ധത്തിലാണ് പലരും പറയുന്നത്. ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർ ട്രാക്കിൽ നിന്ന് പോകും, അങ്ങനെ പോകുന്നൊക്കെ. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. ഹോർമോൺ മുതൽ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്ക് ന്യൂനതകളുണ്ട്, ഉഗ്ര സ്വഭാവങ്ങളുണ്ട്, എല്ലാ പ്രായത്തിലും ഉണ്ട്. അതൊക്കെ ഇത് ഒരു വിശേഷപ്പെട്ട കേസാണ്, അഡ്മിറ്റ് ചെയ്യുന്നു. എന്നാൽ ഈ പറയുന്ന സമയത്തൊക്കെ ഈ സുവിശേഷം അതിൻ്റെ നിലയിൽ കേട്ടുകഴിഞ്ഞാൽ, അത് വന്ന് നമ്മളെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ണ് തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഭയാനകമായ ന്യായവിധി കണ്ണാലെ കണ്ടു കഴിഞ്ഞാൽ സറണ്ടർ ചെയ്യപ്പെടില്ലേ? എന്താ സംഭവിക്കുന്നത് എന്താ നേരം? പാപം പുറത്തു പോയിട്ട് തൽസ്ഥാനത്തേക്ക് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വരികയാണ്. ഞാൻ ക്രിസ്തുവിനെ വഹിക്കുകയാണ്. അങ്ങനെയാണ്. ഞാനിപ്പോൾ ആരെ വഹിക്കുന്നത്? മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തുവിനെ വഹിക്കുകയാണ്. അടുത്ത വാക്കെന്താണ്? ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. എൻ്റെ ആടയാഭരണങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ഞാൻ ധരിച്ചിരിക്കുകയാണ്, ക്രിസ്തുവിനെ ഞാൻ വഹിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് 25 വയസ്സായി കോളേജിൽ പഠിക്കാൻ പോയി. അങ്ങനെ ഡിഗ്രിയോ PGയോ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചെറുക്കനൊരു പെങ്കൊച്ചിനെയും കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരിക. പെന്തിക്കോസുകാരൻ്റെ മോൻ
ഒരു പെണ്ണിനെയും കൂടെ പിടിച്ചോണ്ട് വരിക. ഡാഡി ഓർ മമ്മി ഞങ്ങളെ സ്വീകരിച്ചാലും. ഇതൊക്കെ ഞാൻ എവിടെ നിന്നാണ് ഈ പറയുന്നത്? ഇതൊക്കെ ഞാൻ ചരിത്രത്തിൽ നിന്നാണ് പറയുന്നത്. ഈ അടുത്തിടയ്ക്ക് ഒരു സീനിയർ പാസ്റ്റർ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നതിനെ കുറിച്ച് പുള്ളി ഒരു കമൻറ്റ് പറഞ്ഞു. ആ സീനിയർ പാസ്റ്ററിനെ പലരും അറിയുന്നതാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സൂചനയും പറയുന്നില്ല. കേട്ടിട്ട് എനിക്ക് ചിരിയും സങ്കടവും സഹതാപവും തോന്നി. ഇപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞല്ലോ. ഇങ്ങനെ സംഭവിച്ച വീടുകളിലൊക്കെ ചെന്നിട്ട് ഞാൻ അവരോട് നേരിട്ട് പറയണം, അല്ലാതെ പ്രസംഗത്തിലൂടെയല്ല പറയേണ്ടതെന്ന്. ഞാൻ ഇങ്ങനെ ഒരു ചരിത്രം കേൾക്കുകയാണ്. കൊല്ലത്തോ ആലപ്പുഴയിലോ തിരുവനന്തപുരത്തോ കൊട്ടാരക്കരയിലോ പിന്നെ എവിടെയാ കാസർഗോഡോ എവിടെയെങ്കിലും ഇങ്ങനൊരു കാര്യം ഞാൻ കേട്ടു. ഞാനിനി വണ്ടി വിളിച്ച് അവരുടെ വീട്ടിൽ പോയി പറയണോ? ഞാൻ അവരുടെ ആരുടെയും പേര് ഊരൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് സ്ഥാപിക്കേണ്ട കാര്യങ്ങൾ വചനത്തിലൂടെ ജനത്തിന് ബുദ്ധി ഉപദേശം കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ചരിത്ര സംഭവങ്ങൾ പറയുന്നത്. ചരിത്ര സംഭവമല്ല, നടന്ന കാര്യങ്ങൾ പറയുന്നത്. ഈ ബോധ്യമുള്ള യൗവനക്കാരനും യൗവനക്കാരിക്കും, അതായത് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം, ക്രൂശിൽ വെളിപ്പെട്ട ദൈവ കോപാഗ്നി കണ്ണാല കണ്ടിട്ടുള്ള ഒരുത്തൻ അങ്ങനെ കൈപിടിച്ചുകൊണ്ട് വരാൻ കഴിയില്ല. ആ ന്യായവിധി കണ്ടതിന് ശേഷമാണല്ലോ നമ്മൾ സറണ്ടർ ചെയ്തത്. നമ്മൾ ഉടയ്ക്കപ്പെട്ടില്ലേ, തകർക്കപ്പെട്ടില്ലേ, സമ്പൂർണ്ണമായി തകർക്കപ്പെട്ടല്ലേ നാം നമ്മെ തന്നെ ബലിപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെയല്ലേ ഒരു ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ച യൗവനക്കാരൻ അവൻ്റെ ഏത് ഹോർമോൺ ചലിച്ചെന്ന് പറഞ്ഞാലും, എന്ത് ഹോർമോണും ആയിക്കോട്ടെ, ഈ ബോധ്യം അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഈ ക്രൂശ് അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ, അവൻ അങ്ങനെ ആരെയും വിളിച്ചോണ്ട് വരാൻ കഴിയില്ല. അല്ല, അവൾ എങ്ങനെയാണ് പോയി ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു തുളസിക്കതിരൊക്കെ വേറൊരുത്തൻ്റെ കഴുത്തേലേക്ക് കൊണ്ട് ഇടുന്നത് എങ്ങനെയാണ്? ഫോട്ടോസ് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് തന്നെ ഞാൻ എബിക്കൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. ഇവിടെ ബാംഗ്ലൂരിലുള്ള ഏതോ ഒരു പെന്തിക്കോസുകാരൻ, അവനും അവൻ്റെ കുടുംബമാണെന്ന് പറയുന്നു. ആ കുടുംബക്കാർ തിരിച്ച് യാക്കോബായ പള്ളിയുടെ മദ്ബഹായുടെ മുമ്പിൽ നിന്നുകൊണ്ട് 2 അച്ഛന്മാരുമായിട്ട് ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുത്തേക്കുന്ന ഒരാൾ ഇന്നലെ എനിക്ക് അയച്ചു തന്ന. ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചതാ. പുള്ളി പെസഹ ആചരിക്കാൻ പോയിരിക്കുന്നതാണ് അല്ലേ? പുള്ളി എന്തിനു പോയതായിരിക്കും? ഒരുപക്ഷെ ആ മറ്റേ സൗരം പറഞ്ഞാലും പുതിയ നിയമത്തിലെ പെസഹ ആചരിക്കാൻ പോയതായിരിക്കും. എന്തുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? ഒരു യൗവനക്കാരൻ ഒരുവളെ കൂടെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യം പറഞ്ഞു. യൗവനക്കാരി വേറൊരുവൻ്റെ കഴുത്തെ മാലയിടാൻ പോകുന്ന കാര്യം പറഞ്ഞു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവർക്ക് പാപത്തിൽ നിന്നുള്ള ആ മോചനത്തെക്കുറിച്ച്, അതിൻ്റെ ആഴത്തെക്കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ല. അങ്ങനെ പാപം മോചിക്കപ്പെട്ടവരുടെ ഉള്ളിൽ വാസ്തവമായും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടെന്നേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ അവർക്ക് പാപത്തോട് വെറുപ്പായിരിക്കും. ഗതശമന അവരുടെ മുമ്പിലുണ്ടല്ലോ. ഗതശമനയില്ലേ, പാപമറിയാത്തവൻ്റെ മേൽ പാപം ചുമത്തുകയാണ്. നമ്മുടെ സകല പാപവും ശാപവും അവൻ്റെ മേൽ ചുമത്തുമ്പോൾ പിതാവ് മുഖം മറച്ച് കളയാണ്. അതായത് ഉത്തരം കൊടുത്തില്ലെന്ന് അർത്ഥം. ഇത് നീക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം കൊടുത്തോ? ഇല്ല. ആ പാനപാത്രം വഹിക്കേണ്ടി വന്നു, അത് കുടിക്കേണ്ടി വന്നു. അങ്ങനെ ആ പാനപാത്രം താന് അതിൻ്റെ മട്ടും കൂടെ വലിച്ചു കുടിച്ചു. കാൽവറിയിൽ അത് പൂർത്തീകരിച്ചു. ന്യായപ്രമാണം പറയുന്ന ഡിമാൻഡ് എല്ലാം യേശുക്രിസ്തുവോടെ പൂർത്തീകരിച്ചു. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ന്യായപ്രമാണം പറയുകയാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. അതായത് ഏദൻ തോട്ടവും കാൽവറി ക്രൂശും, അങ്ങനെയല്ലേ തുടക്കത്തിൽ പറഞ്ഞത്? ഏദൻ തോട്ടം, മനുഷ്യൻ പാപനിമിത്തം പുറത്തേക്ക് വരികയാണ്. കാൽവറിയിൽ അതിന് പരിഹാരം ഉണ്ടാകുന്ന കാര്യമാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ കാൽവറിക്കും ഏദൻ തോട്ടത്തിനും ഇടയിലാണ് ന്യായപ്രമാണം വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. കാൽവറിക്കും ഏദൻ തോട്ടത്തിനും ഇടയിൽ ന്യായപ്രമാണം വന്നിരിക്കുന്നു. ദൈവം മനുഷ്യരോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന സകല കാര്യങ്ങളും, അതായത് അതിൻ്റെ നീതിന്യായ വ്യവസ്ഥകളെല്ലാം ന്യായപ്രമാണ പ്രകാരമായിരിക്കും. ന്യായപ്രമാണ പ്രകാരം ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് നമ്മൾ. ആ ശിക്ഷയാണ് ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ചത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കുവാൻ അത്രേ വന്നത്. ന്യായപ്രമാണത്തിൻ്റെ ഡിമാൻഡ് തന്നെ ഫുൾഫിൽ ചെയ്തു. ആ വാക്യം ചില പെന്തിക്കോസിലെ സീനിയർ പാസ്റ്റർമാർ ദശാംശം കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കാൻ വന്നു എന്ന വാക്യം ഉപയോഗിച്ചുകൊണ്ട് ദശാംശം ഉണ്ട് പുതിയ നിയമത്തിൽ നിന്ന് സ്ഥാപിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കാൻ എടുത്തുപയോഗിക്കുന്ന വാക്യങ്ങളാണ്. ഇവിടെ ഗംഭീരമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ കാര്യങ്ങളൊന്നും അല്ല അവർ പറയാൻ ഉത്സാഹിക്കുന്നത്. അല്പം മുമ്പ് ഞാൻ പറഞ്ഞു, ചില സഹോദരങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടല്ലോ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ എങ്ങനെയാണ് ദൈവം ക്ഷമിക്കുക എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ക്രമം കെട്ട കാര്യങ്ങളാണല്ലോ ഈ യൗവനക്കാരനും യൗവനക്കാരിയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾ ആ വഴിക്ക് പോയാലോ? ആ വഴിക്ക് പോയാൽ നഷ്ടം അവർക്ക് തന്നെ. തിരിച്ചു വരാൻ കഴിയില്ലെന്നേ.
തിരിച്ചു വരാൻ കഴിയില്ല. അതിനൊരിക്കലും ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരു ചെറുക്കൻ പാപത്തിൻ്റെ പടുകുഴി കിടക്കുക. അപ്പോൾ ഒരു പെങ്കൊച്ചിന് ഹൃദയവേദന വന്നു, അവനെ പാപത്തിൽ നിന്ന് രക്ഷിക്കണം. അപ്പോൾ അവനൊരു കൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത് ഇങ്ങനെ വർണ്ണിച്ച് കാണിക്കുകയാണ്. അതായത് സ്റ്റേജിൻ്റെ താഴെ ഒരാളെ നിർത്തിയിട്ട് ദൈവദാസൻ ആ ഉയരമുള്ള സ്റ്റേജിൽ മുട്ടുകുത്തി എന്നിട്ട് താഴെ നിന്ന് ആളെ വലിച്ചെടുക്കാൻ നോക്കുകയാണ്, കൈ കൊടുക്കുകയാണ്. ഈ പെങ്കൊച്ച് 35 കിലോ ഉള്ളവള്, അത് 25 കിലോ ആണോ, അവൾ അവിടെ നിന്നുകൊണ്ട് താഴേക്ക് കൈ നീട്ടുകയാണ്. അവനൊരു 70, 80, 90 കിലോ ഉണ്ട്. അവന് കൈ കൊടുക്കുകയാണ്, അവനെ രക്ഷിച്ച് കരയ്ക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. കരയ്ക്ക് കയറ്റാൻ കൈ കൊടുത്ത് അവൻ വലിച്ച് അവളെ താഴെ ഇട്ടു. അത്ര തന്നെ. ചരിത്രത്തിൽ ഇന്ന് വരെ അങ്ങനെ ആരെയും പൊക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. അത് ദൈവത്തിൻ്റെ വഴിയല്ല, ദൈവത്തിൻ്റെ റൂട്ടുമല്ല, അതിന് പരിശുദ്ധാത്മ സഹായവും ലഭിക്കില്ല. അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞ കാര്യമാണ്, അങ്ങനെ ഒരാളെ നമുക്ക് നേടാൻ പാടില്ലെന്ന്. അത് ഈ ഹോർമോണൊക്കെ ചേഞ്ചായ ഒരാളാണ് ചോദിച്ചത്. അങ്ങനെ നേടാൻ പാടില്ലേ പാസ്റ്റർ അങ്കിളേന്ന്? നേടാം മംഗളെ, നേടാം. ഭയങ്കര ബുദ്ധിയാണ് ഹോർമോണിൻ്റെ ഓരോ കളികളെ. അപ്പം ഞാൻ ആ ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞ് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പരിശുദ്ധാത്മാവ് ശരിക്കും ഒരുവനിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏത് ഹോർമോണിനെയും കാൽക്കീഴിലിടാം. ഏത് ക്ലൈമറ്റ് ചേഞ്ചും പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. അവർ നിരന്തരം വചനം ധ്യാനിക്കുകയും വചനത്തിൽ നിലനിൽക്കുകയും ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്താൽ അവരുടെ മേൽ ഒന്നിനും കർത്തൃത്വം നടത്താൻ കഴിയില്ല സഹോദരങ്ങളെ, സാധ്യമല്ല. കാരണം അവർ ദൈവകൃപയിൽ നിൽക്കുകയല്ലേ, അവർ ദൈവകൃപയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാം. ഒരു കാര്യം ഇവിടെ, അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ കൃപയിൽ നിൽക്കുന്ന ഒരു സഹോദരനാകട്ടെ ഒരു സഹോദരിയാകട്ടെ, വിവാഹിതരായവർ, അവരവരുടെ വിവാഹബന്ധം വേർപെടുത്തി അവർക്ക് ബോധിച്ചതുപോലൊരു യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയിൽ അവർക്ക് താല്പര്യപ്പെട്ട മറ്റൊരാളെ കാണുകയാണ്. ഹിന്ദു മുസ്ലിമിനെയൊന്നുമല്ല, ഇതുപോലെയൊക്കെ തന്നെയുള്ള ഇങ്ങനെ തന്നെ ഇറങ്ങി വന്ന വേറൊരാളെ കാണുകയാണ്. അവർ തങ്ങളെ വിവാഹം കഴിച്ചു പോയാൽ എന്താ കുഴപ്പമെന്നാണ് ഒരാൾ ചോദിച്ചത്. ന്യായമായ ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ പറഞ്ഞു വന്ന് ക്ലിയറായോ? അതായത് വിശ്വാസ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു സഹോദരൻ, വിവാഹിതനാണ്, കുടുംബസ്ഥനാണ്, കുഞ്ഞുങ്ങളൊക്കെയുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം തൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആരംഭിച്ചു. അങ്ങനെ സഞ്ചരിച്ച് കുറേ കാലം മുൻപോട്ട് പോയപ്പോൾ തനിക്ക് ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് തോന്നി. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? തനിക്ക് തന്നെ അങ്ങ് തോന്നി ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന്. അപ്പോൾ താൻ ഒരു കൂട്ടു സഹോദരിയെ തെരഞ്ഞു. തൻ്റേതല്ലാത്ത വല്ല കാരണത്താൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെയല്ലേ? തൻ്റേതല്ലാത്ത വല്ല കാരണത്താൽ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ തപ്പി തേടി നടന്നപ്പോൾ മറ്റൊരു സഹോദരിയെ കണ്ടെത്തി. തൻ്റേതല്ലാത്ത, ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ തൻ്റേത് തന്നെയാണ്. കാരണം പത്രത്തിൽ അച്ചടിച്ചു വന്നപ്പോഴാണ് തൻ്റേതല്ല എന്ന് എഴുതിയിരിക്കുന്നത്. ശരിക്കും തൻ്റേതായ കാരണത്താൽ കൈവിട്ട കളിക്കൊക്കെ പോയി അങ്ങനെ വലിയ കുഴപ്പത്തിലാകപ്പെട്ടു പോയി. അങ്ങനെ സഞ്ചരിച്ചു വരുന്ന ആ സഹോദരിയുമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ തോണി ഇങ്ങനെ അടുത്തടുത്ത് വന്നു. 2 തോണികളുമേ, തോണികൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നു. കായലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അടുത്തടുത്ത് വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എന്നാൽ നമുക്ക് കൈ കൊടുത്താലോ എന്ന് ചോദിച്ചു. യെസ്, ഓക്കെ. പുള്ളിക്കാരി തംസപ്പ് അടിച്ചു. ഇതുപോലെ കറങ്ങി നടക്കുന്ന ഏതോ ഒരു പാസ്റ്റർ അവരെ അങ്ങ് ആശീർവദിച്ചു വിട്ടു. അതൊരു ആശീർവാദമാകുമോ എന്നാണ് എന്നോട് ചോദ്യം ചോദിച്ചത്. ന്യായമായ ചോദ്യമെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ആ സഹോദരനും മനസ്സിലായി, നമുക്കെല്ലാവർക്കും മനസ്സിലായി. അത് ഒരു കൂട്ടു സഹോദരിയെ കണ്ടുപിടിച്ചു. ഇനി അവർ ഒരുമിച്ച് പോട്ടെ. പക്ഷേ വചനം എന്താ പഠിപ്പിക്കുന്നതെന്ന് അറിയാവോ? വചനം എന്താ പഠിപ്പിക്കുന്നത്? അതിനാണ് തികഞ്ഞ വ്യഭിചാരം എന്ന് പറയുന്നത്. വ്യഭിചാരിക്കുള്ള ഓഹരി എവിടെയാണെന്നറിയാവോ? തീപ്പൊയ്കയാണ്. കേട്ടോണം, നന്നായിട്ട് കേട്ടോണം. വ്യഭിചാരിക്കുള്ള ഓഹരി തീപ്പൊയ്കയാണ്. അപ്പം ക്ഷമിക്കില്ലെന്നോ? എവിടെ ക്ഷമിക്കും? എന്ത് ക്ഷമിക്കും? ക്ഷമിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ പുസ്തകത്തിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ക്ഷമിക്കുന്നത്. പ്രമാണത്തെ മറികടന്നിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ വിവാഹബന്ധത്തിൽ നിന്ന് അകന്ന് നിൽക്കാം. അതിന് കാരണം പറഞ്ഞു. അതായത് പരസംഗം നിമിത്തം ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് നിൽക്കുന്നു, അത്ര തന്നെ. ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം സ്വർഗീയ കോടതിയിലില്ല. അതായത് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ പഴയ നിയമത്തിൽ ഒന്നും കൂട്ടുപിടിക്കുന്നില്ല. അതിനു മുമ്പുള്ള കാലമൊക്കെ അവിടെ കിടക്കട്ടെ. പുതിയ നിയമത്തിലേക്ക് വരികയാണ്. പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ശബ്ദങ്ങൾ നമ്മുടെ കർത്താവിൻ്റെയാണ്. അതായത് ഒരുവൻ ഭാര്യ എന്ത് ചെയ്യരുത്? വേർപിരിയാൻ പാടില്ല. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ എന്ത് ചെയ്യരുത്? വേർപിരിക്കരുത്.
അപ്പോൾ ഈ ലോകത്തിലെ കോടതികൾ വേർതിരിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലെ കോടതിക്ക് സ്വർഗീയ കോടതിയുടെ കാര്യങ്ങളും നിയമങ്ങളും എല്ലാം അറിയാവോ? ഒന്നും അറിയില്ല. സ്വർഗീയ കോടതിയുടെ നിയമങ്ങൾ അറിയാവുന്ന വക്കീലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേർതിരിക്കാൻ പാടില്ല. എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ അകന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ ഓക്കെ, അതിനിടയിൽ കാര്യങ്ങൾ വേഗം ക്രമീകരിക്കാനായിട്ട് ഉത്സാഹിക്കണം. നിങ്ങൾ ഉത്സാഹിക്കണം, നിങ്ങളുടെ ശുശ്രൂഷകന്മാർ ഉത്സാഹിക്കണം, നിങ്ങളുടെ കൂട്ട് സഹോദരങ്ങൾ ഉത്സാഹിക്കണം. അങ്ങനെ നിങ്ങൾ യോജിച്ച് തന്നെ പോകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി വേറൊരു സ്ത്രീയെ വെച്ചിട്ടില്ലെന്നേ, നിങ്ങൾക്ക് വേണ്ടി വേറൊരു പുരുഷനെ വെച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി വെച്ചയാളെ കൈ തന്നിരിക്കുന്നത്. ആ പുള്ളി ഒത്തിരി കുഴപ്പക്കാരനാണല്ലോ എന്ന് പറഞ്ഞാൽ ആ കുഴപ്പക്കാരനെ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലൊക്കെ വേറെ ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ചില ട്രാപ്പിലകപ്പെടുന്ന കാര്യങ്ങളുണ്ട്, ചില ചതികളുണ്ട്. അത് വേറെ സബ്ജക്റ്റാണ്. 5-6 വർഷം ഒരുവളുടെ കൂടെ ഒരുവൻ സഞ്ചരിച്ചിട്ട് കുടുംബസ്ഥനായിട്ട് ജീവിച്ച് മുന്നോട്ട് പോയിട്ട് 1-2 കുട്ടികളൊക്കെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ചില പ്രത്യേക താല്പര്യപ്രകാരം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അകലുന്നത്. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ തോണി വേറെ ഒരു സ്ഥലത്തും അടുപ്പിക്കരുത്. തോണി അടുപ്പിച്ചിട്ട് ക്ഷമ ലഭിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ക്ഷമയൊന്നും ലഭിക്കില്ല, ചെല്ലുന്നത് മറ്റേ സ്ഥലത്തേക്കായിരിക്കും. അപ്പോൾ വിശദീകരിക്കേണ്ടതാണ്, ഞാൻ അധികം വിശദീകരിക്കാൻ പോകുന്നില്ല. സമയം ഒത്തിരി പോയതുകൊണ്ട് ഇനി എങ്ങാനും പറയാൻ പറ്റിയില്ലെങ്കിൽ അതിനിടയ്ക്ക് കാഹളം തൊരിച്ചാലോ എന്ന് ഓർത്താണ് ഞാൻ ഇന്നങ്ങ് പറഞ്ഞത്. ശരിക്കും ഞാൻ സമയം പോയപ്പോൾ ആ ഭാഗമൊന്നും പറയാനായിട്ട് പ്ലാൻ ചെയ്തതല്ല. എങ്ങാനും കാഹളം തൊനിച്ചാലോ, അടുത്ത ആഴ്ച ഇങ്ങനെ ഒരു മീറ്റിംഗ് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനിടയിൽ ഞാൻ ഇവിടെ ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോണം. വളരെ കൃത്യമായിട്ടാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ വിവാഹബന്ധത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ മറ്റൊരു ബന്ധത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വ്യഭിചാരമായിട്ട് പരിഗണിക്കും. അതൊരു പ്രോസ്റ്റിറ്റ്യൂഷനാണ്. അതല്ലാതെ വേറെ രീതി പരിഗണിക്കില്ലെന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പച്ചക്ക് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ളവരാ. അതുകൊണ്ട് ഞാനത് വായിച്ച് കേൾപ്പിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ എന്തിനാ ഈ ടോപ്പിക്കൊക്കെ പറഞ്ഞത്? പാപം എന്താണെന്ന് മനസ്സിലാകാത്ത ആൾക്കാരാണ് ഇങ്ങനെ ഡിവോഴ്സും ഇതാന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുന്നത്. പാപം എന്താണ്, ന്യായവിധിയുടെ കാഠിന്യം എന്താണ്, രക്ഷയുടെ മഹാത്മ്യം എന്താണ്, കൊടുത്ത വിലയും വിലയുടെ ആഴവും എന്തെന്നൊക്കെ തിരിച്ചറിഞ്ഞവരല്ലെന്ന് ഇന്ന് ഈ പെന്തിക്കോസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ. ഇവർ പല കാരണത്താൽ പെന്തക്കോസ് എന്നൊക്കെ പറഞ്ഞ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അതിൻ്റെ ഡപ്തിൽ അകത്തേക്ക് കയറിയ ഒരാൾക്ക് നമ്മുടെ കർത്താവ് നമുക്ക് ഇളച്ചു തന്നോ എന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ കർത്താവ് നമുക്ക് ഇളച്ചു തന്നോ ഇല്ലയോ? ഇളച്ചു തന്നെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് ഇളച്ചു കൊടുക്കാം, ഭർത്താവിന് ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം? ഇളച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഡിവോഴ്സ് ഇല്ലെന്ന് പറഞ്ഞത്. ഇവിടെ ക്ഷമിക്കാൻ കഴിയില്ലേ നമുക്ക്? എന്തുകൊണ്ട് ക്ഷമിക്കാൻ കഴിയില്ല? ഇനി ഭാര്യ ഒരു പരസംഗത്തിൽ അകപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വചനപ്രകാരം കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഈ പുതിയ നിയമം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ, ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിലൊന്നും പറ്റില്ല. പരസംഗത്തിൽ അകപ്പെട്ടു പോയവരാ നമ്മൾ, മനുഷ്യവർഗം. അങ്ങനെ പരസംഗത്തിൽ ലോകത്തിൽ പിശാചിൻ്റെ കൂട്ടത്തിൽ സഞ്ചരിച്ച നമ്മോട് ക്ഷമിച്ച് നമ്മെ കർത്താവ് വീണ്ടെടുത്തെങ്കിൽ, നമ്മുടെ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അറിഞ്ഞുകൊണ്ടായിരിക്കാം, എന്തും ആകട്ടെ, ആ സംഭവത്തിൽ നാം അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് ക്ഷമ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ക്ഷമ കൊടുത്തുകൊണ്ട് അവരെ നേടേണ്ടതുണ്ട്, അവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ തെറ്റ് വലുതല്ലെന്ന് ചോദിച്ചാൽ അതേ, ആ വലിയ തെറ്റ് അവരെ ബോധ്യപ്പെടുത്തണം. കണ്ണടച്ച് കളയല്ല ചെയ്യേണ്ടത്, ബോധ്യപ്പെടുത്തണം. ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യാൻ പറയണം. സ്നേഹത്തോടുകൂടി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ അവരെ നേടണം. അപ്പോൾ അത് നമുക്ക് പൊറുക്കാൻ കഴിയുമെന്ന് വെച്ചാൽ പൊറുക്കണം. ഒരുവൻ നമ്മെ കൊല്ലാൻ വരിക, അവനോട് ക്ഷമിക്കാൻ പറ്റുമോ? അവനോട് പോലും ക്ഷമിക്കണമെന്നല്ലേ? ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സഹോദരിയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കേട്ടു. നിങ്ങളാരും കേൾക്കാത്തൊരു കാര്യമാണ് അത്. അതായത് ആ വാത്സല്യ സഹോദരിയുടെ ഭർത്താവ് നന്നായിട്ട് മദ്യപിക്കുന്ന അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ മധ്യവയസ്കയായ സഹോദരിയെ കണ്ടം തുണ്ടം വെട്ടി നുറുക്കി. 18 വെട്ടുകളാണ് തൻ്റെ ശരീരത്ത് വന്നത്. മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചില്ല. അങ്ങനെ മരിച്ചതുപോലെ എല്ലാം വാരിക്കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അതായത് ICUവിലേക്ക് അവരെ പ്രവേശിപ്പിച്ചു. അങ്ങനെ ഓപ്പറേഷനും കാര്യങ്ങളും അതും ഇതൊക്കെ കഴിഞ്ഞു. ജീവൻ എന്തോ തിരിച്ചു കിട്ടി. ജീവൻ പതിയെ തിരിച്ചു കിട്ടി. അത് എല്ലാവരും വിചാരിച്ച്, ഡോക്ടേഴ്സ് പോലും വിചാരിച്ച ആൾ മരിച്ചു പോയിന്ന. കാരണം അതുപോലത്തെ വെട്ടിയത്, കള്ള് കുടിച്ചിട്ട് അതൊക്കെ ചെയ്തത്.
അപ്പോൾ അത് കഴിഞ്ഞ് ആ സഹോദരി ജീവൻ പ്രാപിച്ച് തുടക്കത്തിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, നടക്കുകയൊന്നുമില്ലാതെ അതിനെ എങ്ങനെ കൊണ്ടുവരിക എന്ന് കൂട്ടിക്കോ. പുറത്തേക്ക് പുറത്ത് റൂമിലേക്ക് കൊണ്ടുവരുന്നു, പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. കാലക്രമത്തിൽ അവർ പതിയെ ഈ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് നടന്നു തുടങ്ങി. നടന്ന് യോഗ്യമായ നിലയിൽ ഇന്ന് നല്ല ആരോഗ്യത്തോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ സഞ്ചരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലാത്ത രീതിയിൽ ഇന്ന് ആരോഗ്യത്തോടെയാണ്. ആ സഹോദരിക്ക് ശരിക്കും തൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കാൻ കഴിയുമോ? 18 വെട്ട വെട്ടിയിരിക്കുന്നത്, 1 2 അല്ല. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരാരെങ്കിലും ക്ഷമിക്കുമോ? പറയാൻ പറ്റില്ല. കാരണം കൃപ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ക്ഷമിക്കും. മാനുഷിക ബുദ്ധിയിൽ നമുക്കതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ മേലും ആ കൃപ, അത്യന്തം പരമായ ദൈവകൃപ വന്നാൽ ക്ഷമിക്കും, നിശ്ചയമായും ക്ഷമിക്കും. മാനുഷികമായി ചിന്തിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. എന്നാൽ അത്യന്തപരമായ ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിച്ചാൽ, നമ്മൾ തികഞ്ഞ ആത്മീയരാണെങ്കിൽ നമുക്കത് സാധിക്കും. ഇവിടെ ഈ പറഞ്ഞ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ആത്മീയരല്ല കേട്ടോ, അവർ സമുദായസ്ഥരാണ്. ഈ സാഹചര്യത്തിൽ ആ സഹോദരി കർത്താവിനെ കണ്ടെത്തി. ഇത് രോഗാവസ്ഥയല്ലല്ലോ, ഈ അത്യാഹിതത്തിൻ്റെ ഇടയിൽ ഏതോ ഒരു സമയത്താണ് അവർ കർത്താവിനെ കണ്ടെത്തിയത്. അങ്ങനെ കർത്താവിനെ കണ്ടെത്തി തൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. ഒരുപക്ഷെ അതായിരിക്കും ഭർത്താവിനോട് ക്ഷമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയില്ല, കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ടപ്പോൾ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നപ്പോൾ തനിക്ക് ആഴത്തിൽ ക്ഷമിക്കാൻ കഴിയുന്നൊരു നിലയെത്തി. 18 വെട്ടുവെട്ടിയ തൻ്റെ ഭർത്താവിനോട് ക്ഷമിച്ച ഭർത്താവിനെ മാറോട് ചേർത്ത് നിർത്തി. അതിനുശേഷം അവർക്ക് 2-3 കുട്ടികളുണ്ടായി. ആ കുട്ടികളെല്ലാം അവർ വളർന്നു വലുതായി, അവർ വിദേശത്ത്, അവർക്കും കുഞ്ഞുങ്ങളായി. സന്തോഷത്തോടെ എല്ലാവരും കർത്താവിനെ സേവിക്കുന്നവരായി മാറി. ഈ വെട്ടൊക്കെ വെട്ടി അച്ചായൻ എത്ര സ്നേഹസമ്പന്നനായ മനുഷ്യരാണെന്നറിയാവോ? അത്ര സ്നേഹസമ്പന്നനായ മനുഷ്യൻ. അദ്ദേഹത്തോട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ടെൻസിൽ സംഭവിച്ചതാണ്. എന്നാൽ ഈ രക്ഷാമാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാറ്റം ഭയങ്കരമല്ലേ? സഹോദരങ്ങളെ, ഇതുപോലെയൊക്കെ തന്നെയാണ്. അത് പല ആംഗിളിൽ നിന്നാണ്. ഓരോരോ കാര്യത്തിന് തൂക്ക വ്യത്യാസം ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ തന്നെയും ക്ഷമയുമായി ബന്ധപ്പെട്ട് നാം ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയും. അത് പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? പുതിയ നിയമ കാലയളവിൽ ഡിവോഴ്സ് അനുവദിക്കില്ല. പാസ്റ്ററോ കോടതിയൊക്കെ അനുവദിച്ചിട്ട് കാര്യമില്ല, ദൈവം അനുവദിക്കില്ല. ക്ഷമയോടെ കാത്തിരിക്കുക. ഭാര്യ യഥാസ്ഥാനപ്പെട്ട് വരുവാൻ, അല്ലെങ്കിൽ ഭർത്താവ് യഥാസ്ഥാനപ്പെട്ട് വരുവാനായിട്ട് പരസ്പരം കാത്തിരിക്കണം. എത്ര നാളാന്ന് വെച്ചാൽ അത്ര നാൾ കാത്തിരിക്കുക. അതിനിടയ്ക്ക് തോണി എങ്ങും കൊണ്ടുപോയി അടുപ്പിക്കരുത്. അങ്ങനെ അടുപ്പിച്ചവരോടുള്ള ബന്ധത്തിൽ ഞാൻ മറുപടി പറഞ്ഞു. അവരെന്താ വിശ്വസിക്കുന്നത്? അവരങ്ങനെയൊക്കെ ജീവിച്ചാലും കർത്താവെ ക്ഷമിച്ചേരെ, കഴിയേരെ എന്നൊക്കെ പറഞ്ഞാൽ കഴിയുമെന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. അതൊന്നും നടപടിയുള്ള കാര്യമല്ല. അപ്പോൾ ചില ചിന്തകൾ വരാം. അങ്ങനെ മുൻപോട്ട് പോയി അവർക്കും പിന്നീട് അവിടെയും 2-3 പിള്ളേരൊക്കെ ഉണ്ടായി. കുറേ കാലം മുൻപോട്ട് പോയിട്ട് ഇങ്ങനത്തെ ബോധ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. ആ ചോദ്യമൊക്കെ അവരവർ തന്നെ ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദിച്ച് ഉത്തരം കണ്ടെത്തുക. അതായത് അടിസ്ഥാനം തെറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇന്ന് എന്ത് മറുപടി പറയാനാണ്? അതെല്ലാം കാഹളം ധരിച്ച് സിംഹാസനത്തിന് മുമ്പാകെ വരുമ്പോൾ നമുക്ക് കാണാം എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഞാണിമേക്കളിയാന്നുള്ളത് സത്യമാണ്. ഞാണിമേക്കളിയാ. ക്ഷമിക്കുകയോ ക്ഷമിക്കില്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വചനം വെച്ചിട്ടാണ് പറയാൻ കഴിയുന്നത്. അതായത് പഴയ നിയമത്തിലാണെങ്കിൽ പോലും മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങൾക്ക് ഒരു യാഗവും വെച്ചിട്ടില്ല. മനഃപൂർവ്വം അല്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് അവിടെ യാഗം വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ പുതിയ നിയമത്തിൽ ചിന്തിച്ചാലോ, മനഃപൂർവ്വമുള്ള തെറ്റുകളല്ലേ, അല്ലെങ്കിൽ മനഃപൂർവ്വം പാപം ചെയ്യുകയല്ലേ, അറിഞ്ഞുകൊണ്ടല്ലേ, വചനത്തെ മറികടന്ന് പോയിട്ടല്ലേ ചെയ്യുന്നത്. വചനം അറിയാത്തവരാണെങ്കിൽ പോട്ടെന്ന് വയ്ക്കാം. അവിടെയാണ് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടില്ലെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. മനുഷ്യർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത ആളുകളോടുള്ള ബന്ധത്തിൽ ദൈവം നീക്കുപോക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതവിടെ കിടക്കട്ടെ. അതുപോലെയാണോ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന ആളുകൾ അവരവരുടെ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി, ജഡത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചൂടുകൾ വയ്ക്കുമ്പോൾ, കഠിനമായി പെരുമാറുമ്പോൾ, കഠിനമായിട്ടാണ് ഈ പെരുമാറ്റങ്ങളൊക്കെ. ക്രൂശിനെ മറികടന്നുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ ക്രൂശിനെ എന്ത് ചെയ്യാണ്? മറികടന്നു പോവുകയാണ്. ക്രൂശ് എന്ന് പറയുന്ന അവർക്കൊരു സബ്ജക്റ്റ് അല്ല. ആ ക്രൂശ് അവരെ സ്പർശിച്ചിട്ടില്ല. ക്രൂശിൻ്റെ വചനങ്ങൾ അവരുടെ ഉള്ളിലില്ല. ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് അതിൻ്റെ ഡെപ്തിൽ അവർക്ക് മനസ്സിലായിട്ടില്ല.
മനസ്സിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പലരും ചിന്തിക്കുകയായിരിക്കും, നന്നായിട്ട് അറിയാവുന്നവരാ പാസ്റ്റർ എന്നൊക്കെയാണ് ചിലർ ചിന്തിക്കുന്നത്. അറിയാവുന്നവരാണെങ്കിൽ അടി കൂടുതലാണെന്നും കൂട്ടിക്കോ. അറിയാവുന്ന ഇൻഡെപ്തിൽ അറിയാവുന്ന ആളുകളാണെങ്കിൽ അടി കൂടുതലാണെന്ന് വിചാരിച്ചോ. അപ്പം ഞാൻ അതിലേക്ക് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല, വാക്കുകളെ ചുരുക്കുകയാണ്. നമ്മളിന്ന് എന്താ പറഞ്ഞതെന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ പ്രതീക്ഷിച്ചു പറയാൻ വന്ന പല കാര്യങ്ങളും പെൻഡിങ്ങിലാണ്. കർത്താവ് അനുവദിച്ച് അതിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മൂലം നമുക്ക് നീതീകരണം ലഭിച്ചു, നാം കുറ്റവിമുക്തരായി. അങ്ങനെ കുറ്റവിമുക്തരായി നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിനും അതാത് ദിവസങ്ങളിൽ തന്നെ നമുക്ക് പാപക്ഷമ ലഭിക്കും, നിശ്ചയമായി ലഭിക്കും. നമുക്ക് ആ ക്രമീകരണത്തോടു കൂടി ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയും. നമ്മുടെ ദൈവം കരുണാമയനാണ്, കൃപാലുവായ ദൈവമാണ്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ, നമ്മുടെ കുറവുകളെ ഏറ്റുപറയുമെങ്കിൽ കർത്താവ് നിശ്ചയമായും നമുക്ക് ആശ്വാസങ്ങളെ നൽകും. അതേസമയം പാപം എന്നുള്ളൊരു വിഷയം ഗൗരവമായി നമ്മൾ പറഞ്ഞു. അത് ഒരിക്കൽ യേശുക്രിസ്തു കാൽവറിയിൽ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചു. അങ്ങനെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ആ ശിക്ഷയെ അനുഭവിച്ചത് മൂലം നമുക്ക് ഒരിക്കലായി വിടുതൽ ലഭിക്കുകയാണ്, ഡെലിവറൻസ് ലഭിക്കുകയാണ്. അങ്ങനെ ആ ഡെലിവറൻസിലൂടെ നമ്മൾ സ്വതന്ത്രരായിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി പാപം നമ്മിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ഒരിക്കലും അവസരം കൊടുക്കരുത്. പാപം വാതിൽക്കലുണ്ട്. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയോടും സൂക്ഷ്മതയോടുമായിരിക്കണം ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. ഈ കാര്യങ്ങൾക്കൊക്കെ വലിയ ഗൗരവം നമ്മൾ കൊടുക്കണം. ഈ തലമുറയിൽ പലരും ഈ ഒരു ഗൗരവത്തിലല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പിന്നെയും ഒക്കെ പറയേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ വിഷയങ്ങൾ വരും ദിവസങ്ങൾ കൂടുതൽ ധ്യാനിക്കണം. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുപദേശിക്കുകയും അതുപോലെ അതിനനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.